കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനത്തെപ്പോഴത്തേക്കും ബ്രോ തിരക്കായിരുന്നു, എക്സിറ്റ് ആയി. അത് ഞാൻ ആ റിസോഴ്സസിന്റെ അത് കണ്ട് കുറെയൊക്കെ അതിനകത്തുനിന്ന് കുറച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സ്ക്രീൻ കാണാലോ എനിക്കാണെങ്കിൽ ഒരു എല്ലാവർക്കും? ഡൗട്ട് സ്ക്രീൻ കാണാം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫൈൻ, ശരി ശരി. നമുക്ക് ആ, സെഷനിലേക്ക് പോവാം. ആ, ഡൗട്ട്സ് എന്തൊക്കെയാ ഉള്ളത് ഒന്ന് ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഈ ജസ്റ്റ് ഈ 15 മിനിറ്റിന്റെ വീക്ക് ക്യൂവും സ്ട്രോങ് ക്യൂവും എടുത്തിട്ട് എൻട്രി എടുക്കത്തില്ലേ? ആ അത് എങ്ങനെയാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. 15 മിനിറ്റിൽ നമ്മൾ എന്ത് ബേസിലാണ് അത് എടുക്കുന്നതെന്നും. കാരണം ജസ്റ്റ് ജസ്റ്റ് നമ്മളൊരു സ്ട്രോങ് വീക്ക് ജസ്റ്റ് 15 മിനിറ്റ് മാത്രം കണ്ടെടുക്കും. ട്രസ്റ്റ് ചെയ്തിട്ടാണോ? അതെ. ഒന്നുമില്ല. നിങ്ങൾ ആദ്യം എല്ലാ ദിവസവും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡെയിലി മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ് മനസ്സിലാക്കുക. ഓക്കെ, ഇത് എന്തിനാ പറഞ്ഞു ആ, വെച്ച് കഴിഞ്ഞാല് മേ ബി പ്രൈസ് ഒരു ഡെയിലിയുടെ പി ഒയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ 15, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കാണുന്നൊരു സിനാരിയോ നോക്ക്. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഉം, ആ, ഇവിടെ ഓൾറെഡി ഉം, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഉം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ തന്നു നിൽക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇതിനകത്തൊരു ട്രേഡിംഗ് റേഞ്ച് ഉണ്ടെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ലോ ഇത് സ്വീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിംഗ് റേഞ്ച് കിട്ടും. ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഓൾസോ ഒരു ഈക്വൽ ഹൈൻ്റെ സ്വീപ്പും കൂടിയാണ്, ഹൈ പ്രോബിൾ ഏരിയ ആണ്. ദെൻ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രോങ് ക്യൂം കിട്ടി. ദെൻ താഴെ നമുക്ക് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു വീക്ക് ക്യൂമും ഉണ്ട്. അപ്പോൾ പ്രസന്റ്ലി ഉണ്ട്. മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റിന്റെ ബ്രേക്ക് മീൻസ് ഡെയിലിന്റെ ബ്രേക്ക് ബ്ലോക്കിലാണ്. അപ്പോൾ ഡെയിലി ആ, വീക്കിലി നിങ്ങൾ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും നോക്കിയാൽ മതി. എല്ലാ ആഴ്ചയും ജസ്റ്റ് സ്റ്റാർട്ടിങ് നോക്കിയാൽ മതി. പക്ഷെ ഡെയിലി നിങ്ങൾ മാർക്കറ്റിനകത്തേക്ക് വരുന്ന സമയത്ത് ഡെയിലി ചാർട്ട് എപ്പോഴും അനലൈസ് ചെയ്യണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും മാർക്കറ്റിന്റെ പ്രൈസ് ആക്ഷൻ ഡിഫറെന്റ് രീതിയിലായിരിക്കും സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ NFT പോലൊക്കെ ന്യൂസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൈസ് ആക്ഷൻ എൻ്റയർലി ചേഞ്ച് ആവും. അപ്പൊ അതിന് വേണ്ടി അറ്റ്ലീസ്റ്റ് ഡെയിലി വന്നിട്ട് ഡെയിലിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാന്നുള്ളത്. ഇപ്പം ഈ ഒരു പിക്ചർ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രീവിയസ് ആയുള്ള ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഡെയിലി മാർക്കറ്റ് എന്താണ്? ബെയറിഷ് ആണ്. ഓക്കെ, ആൻഡ് പ്രീവിയസ് ഡെയിലിന്റെ ട്രേഡിംഗ് റേഞ്ച് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഡെയിലി ബിയറിഷ് എന്ന് പറയാൻ പറ്റില്ല, സ്റ്റിൽ നമുക്ക് ബുള്ളിഷ് ആണ്. ഇനി എനിക്ക് കൺഫ്യൂസിംഗ് ആണ്, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? വീക്കിലി പോയാൽ മതി. വീക്കിലി പോകുമ്പോൾ ഒന്നും നോക്കാൻ പറ്റില്ല, സിംപ്ലി മാർക്കറ്റ് എന്താണ്? റേഞ്ചിങ് ആണ്. സോ ഏത് സൈഡിൽ എടുത്താലും അത്യാവശ്യം റിസ്ക് മാർക്കറ്റിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെയിലിന്റെ റീസെന്റ് പ്രൈസ് ആക്ഷൻ മാത്രം ട്രസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ബേസ്ഡ് ഓൺ റീസെന്റ് പ്രൈസ് ആക്ഷൻ. സോ റീസെന്റ് പ്രൈസ് ആക്ഷൻ ഞാൻ മെൻഷൻ ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഡാറ്റ, ഓക്കെ, മുമ്പുള്ള ഉം, ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പം ഈ റീസെന്റ് ഡാറ്റ വെച്ചിട്ട് മാർക്കറ്റ് എന്താണ്? ബെയറിഷ് ആണ്. And നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഈ കാണുന്ന ഏരിയയിൽ നിന്നെല്ലാം അത് അൺമിറ്റിഗേറ്റഡ് വിക്ക് ആവാം, ഓട്ടോ ബ്ലോക്ക് ആവാം, ഉം. ഷേക്കപ്പ് ബ്ലോക്ക് ആവാം. എനി ഏരിയാസ് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? ഒരു ഷോർട്ട് ഒരു സെല്ല്. എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഡെയിലി എനിക്ക് മനസ്സിലായി ബെയറിഷ് ആണ്. ഇത് ഡെയിലിന്റെ എന്താണ്? സൈക്കിൾ ബ്ലോക്ക് ആണ്. സോ ഇത് മനസ്സിലാക്കി വെക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യുന്ന അടുത്ത കാര്യം 15 മിനിറ്റിന്റെ ബേസ്. നിന്റെ ക്വസ്റ്റ്യൻ 15 മിനിറ്റിൽ എന്ത് ചെയ്യാന്നുള്ളത്. സോ ഞാൻ ചെയ്യുന്ന ഉം, കാര്യത്തിൽ റാൻഡ് ആയിട്ട് 15 മിനിറ്റിലെ ചാർട്ട് ജസ്റ്റ് എന്ത് ചെയ്യും? പിക്ക് ചെയ്യും. ആൻഡ് 15 മിനിറ്റിൽ സപ്പോസ് പ്രൈസ് എന്റെ ഡെയിലിയുടെ ഒരു പി ഓയിലും വന്നിട്ടില്ല, ജസ്റ്റ് എന്ത് ചെയ്യാം? സ്യൂം ചെയ്യാം. ഓക്കെ, assume എന്ന് ചെയ്യും. വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ട് ഓക്കെ വർക്ക് ചെയ്യും. ഇപ്പോൾ കറന്റ് മാർക്കറ്റ് എന്റെ ഡെയിലിന്റെ പി ഒ ഇവിടെ കിടക്കുന്നത് ഹിയർ, സംവെയർ ഓൺ ഹിയർ, ഇവിടെയാണല്ലോ കിടക്കുന്നത്. ആ, സ്റ്റിൽ ഓക്കെ. അവിടെ 15 മിനിറ്റിൽ പ്രൈസ് വന്നിട്ട് എന്ത് ചെയ്തിട്ടുമില്ല, ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഹൈ ടൈം ഫ്രെയിമിൽ ഒരു പി ഒയിലും ടാപ്പ് ചെയ്തിട്ടില്ല. സോ ഇങ്ങനത്തെ സിനാരി വരുമ്പോൾ ഞാൻ ജസ്റ്റ് നോക്കുന്നത് 15 മിനിറ്റിൽ പ്രൈസ് എന്താണ് ചെയ്യുന്നത്. സോ ഈ ഒരു മൂവ്മെന്റ് വെച്ച് നോക്കുമ്പോൾ 15 മിനിറ്റിലെ മാർക്കറ്റ് എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്വേർഡ് ഡയറക്ഷൻ ബുള്ളിഷ്. അല്ലെങ്കിൽ ബുള്ളിഷ് ഡയറക്ഷൻ ആണ് മാർക്കറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പൊ ആ, സപ്പോസ് എന്റെ മുന്നിലെ ഡാറ്റ, ഇപ്പൊ നമ്മളിപ്പം ഏഷ്യ ഹൈയുള്ള ബേസിലൊക്കെ ട്രേഡ് ചെയ്യാൻ ഇപ്പൊ എന്റെ മുന്നിലെ ഡാറ്റ ഞാൻ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെയാണ് കിടക്കുന്നത് വെച്ചോ. ഓക്കെ, സോ ഇത്രയും ഉം, ഇൻഫർമേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഏർലി മോർണിംഗ് ഇപ്പൊ നോക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ ട്രേഡ് ചെയ്യുന്ന സമയമാണ് എന്ന് പറയുന്നത് ടൈമിംഗ് ലൈക്ക് നമ്മുടെ ലണ്ടൻ, ഞാൻ പൊതുവെ ട്രേഡ് ചെയ്യുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത് ലണ്ടൻ സെഷൻ. ഇപ്പൊ ലണ്ടന്റെ ഡാറ്റയിലേക്ക് ഞാൻ പോവാം. ഉം. ഓക്കെ, സോ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് പ്രൈസ് സെഷൻ കാണാൻ വരുന്നത്. പ്രീവിയസ് ആയുള്ള ഡാറ്റ എല്ലാം പറയുന്നത് 15 മിനിറ്റ് മാർക്കറ്റ് എന്താണ്? ബുള്ളിഷ് ആണ്. സോ വൺസ് അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ ഒരു പോകുന്ന ബുള്ളിഷ് മൊമെന്റത്തിൽ എവിടെയെങ്കിലും ഒരു ബുള്ളിഷ് ട്രേഡിംഗ് റേഞ്ച് ഐഡന്റിഫൈ ഓ, ചെയ്യാൻ വാ. പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, സോ അങ്ങനെ ഒരു സിനാരിയോ വരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ സ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിഷ് ആണ്. അപ്പൊ ഈ ഒരു ബുള്ളിഷ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. അത് നമ്മൾ എന്തിന്റെ ബേസിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്? നമുക്കൊരു സ്ട്രോങ് ഫേം വേണം, അല്ലേ?
എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഒരു കറക്റ്റ്. ബുള്ളിഷ് ക്യൂം വേണം. സോ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ, ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കും. ഹൈ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അഗെയിൻ ലോ എൻഡ് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ന്യൂസ് ചാനലാവാം, ഇതിന്റെ ഒരു ക്രിയേഷൻ കണ്ടിട്ട് സിമിലർ ലൈക്ക് എന്താ പറയാ പിൻ ബാർ അല്ലെങ്കിൽ ഒരു സ്നൈപ്പർ കാൻഡിൽ. ഓക്കെ, സോ ഞാൻ പൊതുവെ ന്യൂസ് ചാനൽ ഐഡന്റിഫൈ ചെയ്യുന്ന സ്നൈപ്പറിന്റെ ബേസിലാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, അഗൈൻ ഈ ലോ സ്വീപ്പ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെയാണ് വരുന്നത്. ചാർട്ടിനകത്ത് ഡാറ്റ കറക്റ്റ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെയാണ് വരുന്നത്. ദെൻ എനിക്ക് എന്ത് വേണം? ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. സോ എനിക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രോങ് ക്യൂം കിട്ടി. ആൻഡ് നെക്സ്റ്റ് നോക്കേണ്ട കാര്യം എനിക്കൊരു വീക്ക് ക്യൂം വേണം. ആൻഡ് ടൈം ഇപ്പൊ സംഭവിക്കുന്നത് 11 o'clock or 11:50 ആണല്ലേ. സോ കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യ എന്തായിട്ട് മാർക്കറ്റ് എന്തെങ്കിലും റണ്ണിങ് ആയിരിക്കണം. സോ ഇനി നെക്സ്റ്റ് ചെയ്യുന്ന കാര്യം ഏഷ്യന്റെ ബേസിലുള്ള എന്തെങ്കിലും കോൺഫ്ലുവൻസ് ഉണ്ടോ എന്ന് നോക്കും. സോ കറന്റ് ഏഷ്യ സ്റ്റാർട്ടിങ് ഹിയർ എൻഡിങ് ഹിയർ, മാർക്കറ്റ് നിൽക്കുന്നത് എവിടെയാണ്? ഈ ഒരു സിനാരിയോയിലാണ്. സോ ഇനി സപ്പോസ് ഈ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് വെച്ചോ. ഓക്കെ, മാർക്കറ്റ് ഇവിടെയാണ് നിൽക്കുന്നത് വെച്ചോ. ഓക്കെ, മാർക്കറ്റ് ഇവിടെയാണ് നിൽക്കുന്നത് വെച്ചോ. ഏഷ്യ എനിക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഏഷ്യ എന്താണ്? ബുള്ളിഷ് ആണ്. ഓക്കെ, ഞാനിപ്പോ പറയാൻ പോകുന്ന സിനാരിയോ ഏഷ്യ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ അപ്ലിക്കബിൾ അല്ല. സപ്പോസ് ഏഷ്യ ഒരു സൈഡ് വൈസ് മാർക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഫോളോ ഇല്ലാത്ത രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇത് ഏഷ്യ എന്തായതിനു ശേഷം നെക്സ്റ്റ് ഞാൻ നോക്കുന്ന കാര്യം, ഇതിന് ശേഷം പ്രൈസ് ജസ്റ്റ് താഴോട്ട് വരും, എന്നിട്ട് മുകളിലോട്ട് പോകും. ഈ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇത് ചിലപ്പോൾ മേ ബി എന്റെ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഞാൻ ഡിസ്കോഡിനകത്ത് സെറ്റപ്പ് ഇട്ടിട്ട് എന്നോട് ഡിസ്കസ് ചെയ്യുന്നവർക്കോ ഈ കാര്യങ്ങൾ അറിയാൻ മതിയാവും. അതർവൈസ് നിങ്ങൾക്ക് ഇത് സിലബസിനകത്ത് എവിടെ നിന്ന് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓൾസോ നമ്മുടെ കുറേ മുമ്പത്തെ ഒരു 2 to 3 months മുമ്പത്തെ QNS കണ്ടവർക്കും അല്ലെങ്കിൽ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കും ഈ കാര്യങ്ങൾ അറിയാൻ മതിയാവും. സോ ഈ ഏരിയയിൽ വന്നിട്ട് പ്രൈസ് പ്രീവിയസ് ആയിട്ടുള്ള ഏഷ്യന്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയം വരും. ഓക്കെ, ഒരു ക്യാൻഡിൽ ഈ ക്യാൻഡിലെ വിക്കോട് കൂടിയാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഞാൻ നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പ്രൈസ് ഏഷ്യ ഹൈന്റെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, ഏഷ്യ ലോ പ്രൊട്ടക്റ്റഡ് അല്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് 5 മിനിറ്റിലോ 3 മിനിറ്റിലോ ബേസിൽ വൺസ് ഈ ക്യാൻഡിൽ വിക്കോട് കൂടിയാണ് ക്ലോസ് ചെയ്യുന്നെങ്കിൽ ഞാൻ അവിടുന്ന് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നോക്കും, ഷോർട്ട് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി നോക്കാം. അറ്റ്ലീസ്റ്റ് അതൊരു ഏഷ്യയുടെ 50%, ഏഷ്യന്റെ 50% വരെങ്കിൽ ഞാൻ എന്ത് വെക്കും? ടാർജറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കും. ഇതാണ് ഒന്നാമത്തെ ബേസ്ഡ് ഓൺ ഏഷ്യ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഈ കാണുന്ന പ്രൈസ് ആക്ഷന്റെ ബേസിൽ. ഓക്കെ, പക്ഷെ ലേറ്റർ ഇവിടെ ഇപ്പൊ റിയൽ ടൈം ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് സംഭവിച്ചത് എന്താണ്? പ്രൈസ് കൂളായിട്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് എങ്ങോട്ട് പോയിട്ടുണ്ട്? മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സിനാരിയോ അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നോക്കാൻ വേണ്ടിയില്ല. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ സിറ്റുവേഷൻ എന്താണ്? സ്ട്രോങ് ലോ അവിടെ ഉണ്ട്, ഒരു വീക്ക് ഹൈക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, വീക്ക് ഹൈ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടാം, അത് ലണ്ടനിൽ കിട്ടാം ഓ ന്യൂയോർക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടാം. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യാണ്. കറന്റ് പ്രൈസ് എനിക്ക് എന്ത് തന്നു? ഒരു വീക്ക് ക്യൂ ആണ്. ഓക്കെ, സോ 50 മിനിറ്റിന്റെ ബേസിൽ എനിക്കൊരു ട്രേഡിംഗ് റേഞ്ച് ഇവിടെ എന്തായി? കംപ്ലീറ്റ് ആയി, ഫ്രം ഹിയർ ടു ഹിയർ. എനിക്കിതിനകത്ത് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നോക്കാം, ട്രേഡിങ്ങിനകത്തുള്ള ആവശ്യമില്ല. ഇത്രയാണ് നമ്മൾ 15 മിനിറ്റ് അന്ന് ചെയ്യുന്ന കാര്യം. ഇനി വൺസ് പ്രൈസ് ഏതെങ്കിലും ഒരു പിഒയിൽ ടാപ്പ് ചെയ്ത് 15 മിനിറ്റ് പിഒയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്റെ ബ്രേക്കപ്പ് ബ്ലോക്ക് ആവാം. ഓക്കെ, അല്ലെങ്കിൽ എന്താവാം? ഇവിടെ അൺമിറ്റിഗേറ്റഡ് റിസ്ക് കൺസിഡറബിൾ ആണ്. ഓക്കെ, ക്യൂമുലൈൻ എനി പിഒഐസ് എനിക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ഇനി അതല്ല, ഈ ഒരു റേഞ്ചിന്റെ കൂടെ തന്നെ സംടൈംസ് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡിംഗ് റേഞ്ച് പ്രൈസ് ക്രിയേറ്റ് ചെയ്യും, ദെൻ മോൾട്ട് പോവും, ഏഷ്യ സ്റ്റാർട്ട് ചെയ്ത ശേഷം ഏഷ്യന്റെ ബേസിൽ ഒരു പിഒഐ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, സ്ട്രോങ് കിട്ടി, ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, വീക്ക് കിട്ടി. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഓക്കെ, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ദെൻ ബ്രേക്ക്ഔട്ട്. ഇത് പേഷ്യന്റെ സമയത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പേഷ്യന്റെ സമയത്ത് വർക്കിംഗ്. സോ പ്രൈസ് തിരിച്ച് താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു പിഒഐസിലും പ്രൈസ് ടാപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, എനി പിഒഐസ് ഇപ്പൊ ബ്രേക്ക് ബ്ലോക്കർ എനി പിഒസ് പ്രൈസ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പ്രൈസ് അങ്ങനെയായിരിക്കും മുകളിൽ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിനാരിയോ നെക്സ്റ്റ് സംഭവിക്കാന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിയറസ്റ്റ് ആയില്ല വെച്ചാൽ നിങ്ങളുടെ ഈ സ്ട്രോങ് ലോക്ക് നിയറസ്റ്റ് ആയുള്ള പിഒഐസ് ഏതാണ് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ദെൻ നിങ്ങളുടെ ഡിമാൻഡ് സോൺ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക, ഓർ ഏതെങ്കിലും ഒരു പിഒഐസ് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് വെക്കുക. മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ സം ടൈംസ് ഡിസ്കോഡിനകത്ത് പറയാറുണ്ട്, പ്രൈസ് താഴോട്ട് വന്ന് ഒരു വിക്കോട് കൂടി ക്ലോസ് ചെയ്തിട്ട് എങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്? മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ 2 സെറ്റപ്സ് ഞാൻ ഇതിന്റെ ബേസിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെയാണ് പ്രൈസ് റെസ്പെക്ട് ചെയ്തും റിയാക്ട്. അത് ഇത്തരം സിനാരിയോസ് ആണ്. ഇവിടെ വരുന്ന സംഭവിച്ചാല് പ്രൈസ് ഇവിടെ തന്നെ മുകളിലോട്ട് പോകും. പക്ഷെ എന്ത് ചെയ്യും? ഡയറക്റ്റ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ? അതെല്ലാം ഹണ്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ
അവിടെ സ്റ്റോപ്പ് ലോസ് വൺ ഡേയും പ്രൈസ് ഈ POയിൽ ടാപ്പ് ചെയ്തിട്ട് ബോഡി എബോ ക്ലോസ് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. ഓക്കെ. ഓക്കെ. ഇൻ കേസ് ബോഡി ബിലോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൺസിഡർ ചെയ്യില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഇപ്പൊ ബിയറിഷ് ആയി. ഇനി ഇത് ഇവിടുന്ന് മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാലും ഇറ്റ് ഡസൻ മാറ്റർ. എന്നെ സംബന്ധിച്ചുള്ള വിഷയമല്ല. ചിലപ്പോൾ നമ്മളൊരു 1 hourലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ആക്ച്വൽ ട്രേഡിംഗ് റേഞ്ച് ഫ്രം ഹിയർ ടു ഹിയർ ആയിരിക്കാം. അല്ലെങ്കിൽ ഡെയിലിന്റെ ബേസിലുള്ള ഏതെങ്കിലും ഒരു അൺമിറ്റിഗേറ്റഡ് വീക്കോ അല്ലെങ്കിൽ വീക്കിന്റെ ബേസിൽ ഏതെങ്കിലും POയിൽ ടാപ്പ് ചെയ്ത് പ്രൈസ് മോഡൽ. പക്ഷെ എന്നെ സംബന്ധിച്ച് വൺസ് ഇതൊരു ബോഡി ബ്രേക്ക് ആണ്, ഞാൻ പിന്നെ റേഞ്ച് വയലേഷൻ ആണ്, ഞാൻ പിന്നെ കൺസിഡർ ചെയ്യില്ല. സോ ബാക്ക് ടു ഹിയർ. ഇപ്പൊ ചാർട്ടിലേക്ക് വരുവാണെങ്കിൽ എന്റെ കറന്റ് പ്ലാൻ ഇപ്പൊ 15 മിനിറ്റിൽ എനിക്ക് ട്രേഡിംഗ് റേഞ്ച് കിട്ടി. 15 മിനിറ്റിന്റെ ഏതെങ്കിലും POയിൽ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എൻട്രി പ്ലേസ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് നോക്കും. എൻട്രി ഇല്ല, കൺഫർമേഷൻ എൻട്രി, ഓഫ്കോഴ്സ് കൺഫർമേഷൻ എൻട്രി എടുക്കും. പ്രൈസ് അവിടേക്കൊന്നും വരാതെയാണ് മുകളിൽ പോയത്. ഇതിനും ആക്ച്വലി ഒരു റീസൺ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു ട്രേഡിംഗ് റേഞ്ച് നോക്കിയാൽ തന്നെ മതി. ആക്ച്വലി ഒരു ബോഡി ക്ലോസർ അല്ലാത്തതുകൊണ്ട് പിന്നെ അത് കൺസിഡർ ചെയ്യാഞ്ഞത്. ഇതിനകത്ത് തന്നെ ഒരു ഹിഡൻ ബേസ് ആയുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പും തന്നിട്ടുണ്ട്, സ്ട്രക്ചർ തന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. പ്രൈസ് എവിടെ ടാപ്പ് ചെയ്തിട്ടാ പോയത്? അതിന്റെ ബ്രേക്കർ ബ്രേക്കർ ബ്ലോക്കിൽ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ടാണ് പോയത്. ആ. ആൻഡ് ലാസ്റ്റ് ലിക്വിഡിറ്റിയും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹണ്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് കോൾ എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി എന്നൊക്കെ പറയും. പ്രൈസ് അത് ഹണ്ട് ചെയ്തിട്ടാണ് തിരിച്ച് എങ്ങോട്ട് കയറി പോയത്? മുകളിട്ട് പോയി. പിന്നെ ഇവിടുത്തെ ഈ ക്യാൻഡിൽസ്റ്റിക് പ്രൈസ്, ഈ രണ്ട് ക്യാൻഡിൽസ്റ്റിക് പ്രൈസ് സെഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ലോവർ ടൈം ഫ്രെയിംസിൽ ഒരു ക്യാൻഡിൽ വിക്കാണ്, സെക്കൻഡ് ക്യാൻഡിൽ വിക്ക് താഴോട്ട് വന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഫ്കോഴ്സ് ലോവർ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ കൺഫർമേഷനും കാണാൻ വേണ്ടി പറ്റും. ഇത് കണ്ടോ? അവിടെ ക്യാൻഡിൽസ്റ്റിക് കൺഫർമേഷനും ഉണ്ട്. ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക് സ്ട്രക്ചർ, സ്ട്രോങ് ക്യാം കിട്ടി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഹോക്കിയോമിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ചില സമയത്ത് നിങ്ങൾക്ക് ക്യാൻഡിൽസ് വെച്ചിട്ട് തന്നെ ലോവർ ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിക്കുക നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു ക്യാൻഡിൽസ്റ്റിക്കിന്റെ ഒക്കെ ഫോർമേഷൻ നോക്കിയേ. ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, അത് എൻഡോട് കൂടി ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തത്. ദാറ്റ് മീൻസ് ലോവർ ടൈം ഫ്രെയിമിൽ പ്രൈസ് ആദ്യം ഒരു വിക്ക്, അതിനുശേഷം നെക്സ്റ്റ് വിക്ക് താഴോട്ട് വന്നിരിക്കുന്ന മാർക്കറ്റ് വീണ്ടും ലോ ടെസ്റ്റ് ചെയ്ത് എങ്ങോട്ട് പോയിട്ടുണ്ട്? മുകളിട്ട് പോയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഈ ഒരു സിനാരിയയിലാണ് ക്ലോസ് ചെയ്തത്. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താ ചെയ്തത്? ഓപ്പൺ ചെയ്തു, വീണ്ടും ലോവസ്റ്റ് പോയിന്റിൽ വന്നിട്ടാണ് ഹയസ്റ്റ് പോയിന്റ് പോയിട്ടുള്ള എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അപ്പൊ നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോ ടൈം ഫ്രെയിം പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള പ്രൈസ് സെഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലോ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഷൻ അവിടെ കാണാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത്. 50 മിനിറ്റിൽ നമ്മൾ എത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പം ലാസ്റ്റ് മാർക്കറ്റിനകത്ത് സംഭവിച്ചതിന്റെ ബേസിൽ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫ്രൈഡേ എന്താ സംഭവിച്ചു നോക്കുമ്പോൾ ആദ്യം നമുക്ക് ഏഷ്യന്റെ ബേസിലാണ് നോക്കുവാണെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് സ്റ്റിൽ മാർക്കറ്റ് എന്ത് ബുള്ളിഷ് ആണ്. ഏഷ്യ നോക്കുന്ന സമയത്ത് ഇതാണ് എന്റെ ഏഷ്യ എന്ന് പറയുന്നത്. കറന്റ് ഏഷ്യ മൂവ് ചെയ്യുന്നത് ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഹൈന്റെയും ലോയിന്റെയും ഏരിയയിലാണ്. ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കേസിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അപ്ലിക്കബിൾ ആണ്. എങ്ങനെയാ? ക്യാൻഡിൽ വിക്കോട് കൂടി ക്ലോസ് ചെയ്ത് ഈ ഹൈയും കൂടി എത്തി കഴിഞ്ഞാൽ മച്ച് ബെറ്റർ ആയി. എന്തുകൊണ്ടാണ് ഷോ കഴിഞ്ഞാൽ ഇത് പ്രീവിയസ് ഡേ ക്യാൻഡിലെ ഹൈയോ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, എടുത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാം ടിൽ ഏഷ്യയുടെ ലോ വരെ. സോ അന്നത്തെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ സ്ട്രോങ് ആൻഡ് വീക്കും അല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് റേഞ്ച് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. സോ എനിക്ക് എന്ത് കിട്ടി? സ്ട്രോങ് ക്യാം കിട്ടി. ദെൻ എനിക്ക് എന്ത് വേണം? വീക്ക് ക്യാം വേണം. ഇവിടെ എവിടെയെങ്കിലും വീക്ക് ക്യാം വേണം. ഇവിടെ സ്വീപ്പ് വന്നിട്ടുണ്ട്, പക്ഷെ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ സംഭവിച്ചിട്ടുണ്ട്. സോ എനിക്ക് സ്ട്രോങ് ക്യാമും വീക്ക് ക്യാമും കിട്ടി. നെക്സ്റ്റ് എന്താ? പ്രൈസ് ഏതെങ്കിലും POയിലേക്ക് വരുമ്പോൾ അത് എവിടെ ആയിരിക്കാം? ഇപ്പൊ ഏഷ്യന് നിയറസ്റ്റ് ആയിട്ടുള്ള PO എന്ന് പറയുന്നത് ഈ ഏരിയ നമുക്ക് ബ്രേക്ക് ബ്ലോക്ക് ആയിട്ടോ എന്തെങ്കിലും കൺസിഡർ ചെയ്യാം. അവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ കിട്ടുകഴിഞ്ഞാൽ എൻട്രി എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഈ ഒരു പ്രൈസ് സെഷൻ പ്രോപ്പർ പ്രൈസ് സെഷൻ അല്ല. ഇവിടെ അങ്ങനെ പോളി ഒന്നുമില്ല. മിക്ക സമയത്ത് എന്താണ് ന്യൂസിന്റെ സമയത്തൊക്കെ ഇത്തരം പ്രൈസ് സെഷനിൽ എൻവൈലി ന്യൂസ് ഉണ്ടാവും. അഫ്കോഴ്സ് ഫ്രൈഡേ ആണ്, നമുക്ക് NFP ഉള്ള ദിവസമാണ്. ആ ന്യൂസിന് വേണ്ടി NF ഇല്ലാതെ മാർക്കറ്റ് മൂവ് ചെയ്ത് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു? വീക്കും ബ്രേക്ക് ചെയ്തു. സോ എന്റെ ഈ ട്രേഡിംഗ് റേഞ്ച് എൻഡ് ആയി. ഓക്കെ, ഇനി അടുത്ത ട്രേഡിംഗ് റേഞ്ച് ഞാൻ മാർക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി പോവാം. ഈ ഒരു സിനാവേജ് പ്രൈസ് സെഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. എനിക്ക് എന്ത് കിട്ടി? സ്ട്രോങ് ക്യാം കിട്ടി. ഈ സ്ട്രോങ് ക്യാമിനകത്ത് എനിക്ക് ഏതെങ്കിലും POI നോക്കി വെക്കുക. ഫ്ലിപ്പ് സോൺ ഉണ്ടായിരുന്നു, ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് കൺസിഡറബിൾ അല്ല.
ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു, മിറ്റിഗേറ്റഡ് ആണ്. അൺമിറ്റിഗേറ്റഡ് വിക്ക് ഇവിടെ ഉണ്ട്. സോ അത് എന്ത് ചെയ്യാം, കൺസിഡറബിൾ ആണ്. ദെൻ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പിന്നെ എന്താണ്, ടേക്ക് എ ബ്ലോക്ക്. അതിനകത്ത് ഏതെങ്കിലും വരുമ്പോൾ എനിക്ക് പ്രൈസ് എന്ത് ചെയ്യാം, എൻട്രിക്ക് വേണ്ടി ട്രൈ ചെയ്യാം. പക്ഷെ സ്റ്റിൽ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, വീക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ ആ ട്രേഡിംഗ് റേഞ്ച് നമുക്ക് കംപ്ലീറ്റ് ആയെന്നും പറയണം. ഇനി ആ ട്രേഡിംഗ് റേഞ്ച് കംപ്ലീറ്റ് ആണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യണം, ഈ ലോൺ എന്ത് ചെയ്യണം, ഷെയ്ക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ എൻട്രി നോക്കാം. പ്രൈസ് അവിടെ വന്നതിന് ശേഷം എൻട്രി നോക്കാം. പക്ഷെ അവിടെ പ്രൈസ് വന്നിട്ടില്ല. എൻവലി ന്യൂസ് വന്നു, മാർക്കറ്റ് അപ്പ് ഡയറക്ഷനിലേക്ക് പോയി. കിട്ടി. ജസ്റ്റ് നിങ്ങൾ 50 മിനിറ്റിലേക്ക് വരുന്ന സമയത്ത് റീസൺലി എന്താണോ സംഭവിക്കുന്നത് അതിന്റെ ബേസിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈസ് സെഷൻ മാർക്ക് ചെയ്യുക. പക്ഷെ എപ്പോഴും നിങ്ങളുടെ ഒരു ടൈം നിങ്ങൾ ഡെയിലിയിലാണെങ്കിലും H4 ആണെങ്കിലും പ്രൈസ് എന്താ ചെയ്യുന്നത് ജസ്റ്റ് വന്ന് വാച്ച് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, നല്ലതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോ അതിന് ഈ 50 മിനിറ്റ് എടുക്കുമ്പോഴേ നമ്മള് ഇപ്പൊ 50 മിനിറ്റിന്റെ ഡയറക്ഷൻ അപ്പ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ബൈ തന്നെ എടുക്കുന്നതല്ലേ നല്ലത്? യെസ്, പക്ഷെ ടു ബി ഫ്രാങ്ക് 50 മിനിറ്റിന് അതിൻ്റെതായുള്ള റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. പക്ഷേ ലെസ് പ്രോബബിൾ POIs ആണ് എപ്പോഴും 50 മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മിക്ക സമയത്ത് ഞാൻ 50 മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഡയറക്റ്റ് എൻട്രി അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. യാ, സംടൈം ഇറ്റ് വർക്ക്സ്. പക്ഷെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോസസും ചിലപ്പോൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോ കൺഫർമേഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ എൻട്രി മിസ് ആവും, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. പക്ഷെ യാ, ഇപ്പോ ഡെയിലി ബുള്ളിഷ് ആണ്, H4 ബുള്ളിഷ് ആണ്. അങ്ങനെയാണെങ്കിൽ 50 മിനിറ്റിൽ ബുള്ളിഷ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. ചില ഹയർ ടൈം ഫ്രെയിം ക്രൈറ്റീരിയ ലോവർ ടൈം ഫ്രെയിമിലും പ്രൈസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡയറക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എൻട്രി എടുക്കാം. അതിലൊന്നും ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ ഡെയിലി H4 H1 എല്ലാം ബെയറിഷ് ആണ്. നമ്മൾ M50 വന്നിട്ട് ബുള്ളിഷിൽ നമ്മൾ ട്രേഡ് കഴിഞ്ഞ് ഡയറക്റ്റ് എൻട്രി പ്ലേസ് എന്താ വെച്ചിട്ട് നമുക്ക് SL അടിക്കാനുള്ള ചാൻസസ് എന്താണ്, കൂടുതലാണ്. സോ ഈ ഡെയിലി അല്ലെങ്കിൽ H4 H1 അല്ലെങ്കിൽ H2 എനി ടൈം ഫ്രെയിം ബെയറിഷ് ആണ്. H5 ബുള്ളി മീൻസ് M50 ബുള്ളിഷ് ആണെങ്കിൽ അവിടെ ഡയറക്റ്റ് എൻട്രി പ്ലേസ് ചെയ്യാൻ പറയാത്തതിന്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ബ്രേക്ക് ഈവൻ ഉള്ള സ്പേസ് എങ്കിലും വേണം അല്ലേ. സോ 50 മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു എസ് എൽ റേഞ്ച് ഓഫ് എന്തായാലും ഇൻ ബിറ്റ്വീൻ 5 to 50 or 20 പിപ്സിന് ഇടയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ 1:1 തന്നെ പ്രൈസ് മൂവ് ചെയ്യണമെങ്കിൽ അത്രയും പ്രൈസിന്റെ പ്രൈസ് സെഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം ആണല്ലോ. എന്നുവെച്ചാൽ ഫോർ എക്സാമ്പിൾ 10 പിപ്സ് ആണ് SL വരുന്നെങ്കിൽ 1:1 മൂവ് ചെയ്യണമെങ്കിൽ തന്നെ പ്രൈസ് 10 പിപ്സ് അപ്സൈഡിലേക്ക് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. ചിലപ്പോൾ ഈ 10 പിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ചിലപ്പോൾ M50 എന്ത് കിട്ടണമെന്നില്ല, ബ്രേക്ക് ചെയ്യാൻ സ്പേസ് കിട്ടിയില്ലെങ്കിലും M1 M3 നമുക്ക് എന്തുള്ള സ്പേസ് കിട്ടും, ബ്രേക്ക് ചെയ്യാനുള്ള. ചില 10 പിപ്സ് എന്ന് പറഞ്ഞാൽ M1 M3 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വലിയൊരു ഏരിയ എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ബ്രേക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. എപ്പോഴും ട്രേഡ് ചെയ്യുന്ന സമയത്ത് സേഫ് ആയിട്ട് പ്ലേ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ ഇതിനെ ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. എല്ലാ സെറ്റപ്പിലും കയറി ട്രേഡ് എടുക്കാന്നുള്ള ഒരു നിയമം ഒന്നും ഇല്ല, മാൻഡേറ്ററി ഒന്നും അല്ല. ഇപ്പൊ നമ്മൾ ഏഷ്യ സെഷനും POI3 മാത്രം ഫോക്കസ് ചെയ്താൽ അതായാലും മതി. ഏഷ്യ എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി ഈ മാസം സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലെല്ലാം ഏഷ്യ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിസംബർ കഴിഞ്ഞ് ജാനുവരിയിലേക്ക് കാല് കുത്തി കഴിഞ്ഞാൽ ഏഷ്യന്റെ ബേസിൽ നിൽക്കുന്ന സെറ്റപ്സ് എല്ലാം നല്ല രീതിക്ക് ടപ്പേറ്റ് അപേക്ഷിച്ച് പൊട്ടുന്നത് കാണാൻ പറ്റും. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തോണ്ട്. ഓക്കെ, അത് നിങ്ങൾ കഴിഞ്ഞ ജനുവരി ഡാറ്റ എടുത്ത് അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അന്ന് ഡിസ്കൗണ്ടിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഷ്യ ഫോളോ ചെയ്യുന്നില്ല. ചില ഈ ടൈം ആൻഡ് പ്രൈസ് തിയറി റൂൾ എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ സമയത്തും എല്ലാ റൂളും ഒരുപോലെ എന്തായിരിക്കുമല്ലോ, അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ജീവിക്കാൻ പഠിക്കണം അല്ലേ. ഇപ്പൊ എന്റെ പൈസ ഉള്ള സമയത്ത് എനിക്ക് ലാവിഷായിട്ട് ജീവിക്കാം. പക്ഷെ പൈസ കുറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ മാത്രമേ എനിക്ക് പിന്നെ ഒരു സേവിങ്സ് ആയിട്ട് എന്തെങ്കിലും നെക്സ്റ്റ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല അതിന് പകരം എനിക്ക് തോന്നിയ പോലെ ജീവിക്കാൻ അത് പ്രശ്നം തന്നെയാണ്. മാർക്കറ്റിന് ഒരിക്കലും നമുക്ക് അതിനെ കെട്ടിയിടാൻ വേണ്ടി പറ്റൂല, ശരിയല്ലേ. പക്ഷെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടാലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, മാർക്കറ്റ് എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യാ, മൂവ് ചെയ്യാം.
അപ്പൊ നമ്മള് അങ്ങനെ ഒരു ഇതിൽ തന്നെ ഫിക്സ് ചെയ്ത് നിൽക്കണ്ട. ഏതിലാണെങ്കിലും നമ്മള് ഞാൻ ഇത്രയും എക്സ്ട്രാ ആഡ് ഓൺസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ആഡ് ഓൺസ് എനിക്ക് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആളുകൾ അതാണ് എല്ലാം, അല്ലെങ്കിൽ അതിന്റെ ബേസിൽ ട്രേഡ് എടുത്ത് ചെയ്യുമ്പോൾ അതിനകത്ത് നല്ല ഹൈ സെറ്റപ്സ് ഹൈ പ്രോബ്ലം ആയിട്ട് കാണും. പക്ഷെ അത് തന്നെ സ്റ്റിക്ക് ചെയ്യും, വേറെ ഒന്നും അവരെന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. അപ്പൊ എനിക്ക് ചെയ്യാൻ പേടിയാണ് സത്യം പറഞ്ഞാൽ. ഒരുപാട് കാര്യങ്ങൾ കണ്ടൻസ് ഇനിയും ചെയ്യണം എന്നുണ്ട് എനിക്ക്. പക്ഷെ അതൊരു പ്രോബ്ലം ആയതുകൊണ്ടാണ് എന്നോട് ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ പിന്നെ വേറെ വീഡിയോസ് ഒന്നും ചെയ്യാതെ വെച്ചതെന്ന് പറയുന്നത്. നിങ്ങള് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാല് റേഞ്ചിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതുപോലെ തന്നെ ഓക്കെ. ഒരു നല്ല ടൈം ഫ്രെയിം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ H1 എബോവ് അല്ലെങ്കിൽ M30 എബോവ് ഉള്ള ടൈം ഫ്രെയിംസ് എല്ലാം അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ടൈം ഫ്രെയിംസ് ആണ്. അപ്പൊ അതിൽ കൂടുതൽ എന്ത് ചെയ്യുക, ഫോക്കസ്ഡ് ചെയ്യുക. എന്ന് വെച്ചിട്ട് M50 മോശമാണെന്നല്ല പറഞ്ഞത്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻട്രാഡയ്ക്ക് വേണ്ടി പിക്ക് ചെയ്യുന്ന ടൈം ഫ്രെയിം ആണ് ഇതെന്ന് പറയുന്നത് M50 എന്ന് പറയുന്നത്. 15. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള മാനിപ്പുലേഷൻസും ചിലപ്പം കൂടുതലായിരിക്കും മാർക്കറ്റിനകത്ത്. ചില ട്രേഡേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആരും പിക്ക് ചെയ്ത ടൈം ഫ്രെയിംസ് ഒക്കെ ആയിരിക്കും ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് H2, H3. ഞാൻ എപ്പോഴെങ്കിലും ഡിസ്കൗണ്ടിനകത്ത് H3, H2ന്റെ ബേസിൽ ചാർട്ട് തന്നെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? H3 കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇല്ല, അടുത്തൊന്നും H3 അല്ല. കേട്ടിട്ടില്ല. ഇല്ല, H3, H3 H2 ഞാൻ ഇപ്പൊ കണ്ടിട്ടില്ല. അടുത്തൊന്നും. ഇല്ല, ഇല്ല, ഏറ്റവും കണ്ടിട്ടില്ല. കൂടുതൽ പോസ്റ്റ് ചെയ്യുന്ന H1ഉം H4 ഒക്കെയാണ്. പക്ഷെ എനിക്ക് പരിചയമുള്ള ഞാൻ പഠിച്ച എന്റെ മെന്റേഴ്സിൽ ഒരുപാട് പേര് H2ഉം H3 മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോ എന്നുവെച്ചാൽ ആ ടൈം ഫ്രെയിം ആളുകൾ ഹയർ ടൈം ഫ്രെയിമായിട്ട് കൺസിഡർ ചെയ്യുന്നു, അതിനെ ബേസിൽ ട്രേഡ് ചെയ്യുന്നത് വളരെ. പക്ഷേ ഈ H2, H3ലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഓൺ ഡാറ്റ ഡെവലപ്പ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോ EUവിനകത്ത് H2, H3 എത്രത്തോളം വർക്ക് ചെയ്യുന്ന എനിക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിരുന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു LTF കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, അതിനെ ചൂസ് ചെയ്യാൻ വേണ്ടി. അതർവൈസ് പണിയാണ്. ഓക്കെ. ആ. നിങ്ങൾ ഏഷ്യ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏഷ്യന്റെ ബേസിൽ നിങ്ങൾ കോൺഫിഡൻസ് എടുക്കുമ്പോൾ നിങ്ങൾ M50 യൂസ് ചെയ്തോ. അഫ്കോഴ്സ് ഇത് പോസിബിൾ ആണ്. നിങ്ങൾ അതിന്റെ ബേസിൽ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഗോൾഡിന്റെ ഒക്കെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് വൺസ് ഹൈ ടൈം ഫ്രെയിം ബുള്ളിഷ് M50 ബുള്ളിഷ് ആണെങ്കിൽ M50ന്റെ ട്രേഡിംഗ് റേഞ്ച് കിട്ടി കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് പോകും. ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് പോകും. വൺസ് അത് വയലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇല്ലാത്ത അതിന്റെ മുന്നത്തെ ആഴ്ചയായി തോന്നുന്നു ഗോൾഡിന്റെ ചാർട്ട് എടുത്ത് നോക്ക്. ആ ഒരു ടൈം പീരീഡിൽ ഗോൾഡ് 15 മിനിറ്റിലെ നൈസ് ആയിട്ട് ഒത്തിരി എൻട്രീസ് വന്നിട്ടുണ്ട് മാർക്കറ്റിനകത്ത്. നിങ്ങൾ എത്രത്തോളം ആ ഒരു ട്രേഡ്സ് പിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഡാറ്റ ഉണ്ടോ നോക്കട്ടെ. ഡാറ്റ ഞാൻ മറ്റേ കഴിഞ്ഞ ബ്രേക്ക് ഡൗൺ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനകത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു ഡേയ്സിലെ പ്രൈസ് ആക്ഷൻസ് എനിക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന മാർക്കറ്റ് മൂവ്മെന്റ്സ്. I think somewhere around here. First trading range here. Second trading range here. Dip zone ല് വന്നു. So first entry, second entry, then third entry from here to here. അതിനകത്ത് internally ഒരു trading range create ചെയ്തു. Next time price ഇവിടെ വന്നു. Just upsideലേക്ക് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. അതിനകത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനാരിയോ, ഇവിടെ ഒരു POIs ഉണ്ടായിരുന്നു, പ്ലസ് ഇവിടെ ട്രേഡിംഗ് റേഞ്ച് ഉണ്ടായിരുന്നു. ക്യാൻഡിൽ വിക്കോട് ക്ലോസ് ചെയ്തു, അപ്സൈഡിലേക്ക് മൂവ് ചെയ്തു. Again, very next trading range somewhere around here. I think H1. Price അവിടെ വന്നു, മുകളിലോട്ട് പോയി. Next trading range here, അപ്സൈഡിലേക്ക് പോയി. സോ വൺസ് ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ എന്ത് ചെയ്തു പോവാം, ഫോളോ ചെയ്ത് പോവാം. പക്ഷെ അത് കണ്ടുപിടിക്കണം. ഓക്കെ. പിന്നെ പ്രീവിയസ് ഡാറ്റ ഒക്കെ നോക്കുമ്പോൾ മാർക്കറ്റ് എന്താണ്, H4ഉം H1ഉം ഡെയിലിയും എല്ലാ ടൈം ഫ്രെയിം എന്താണ്, ടൈം ഫ്രെയിം ഹയർ ടൈം ഫ്രെയിം പെർഫെക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ലവ് ടൈം ഫ്രെയിം നിങ്ങൾക്ക് അതിനെ ഫോളോ ചെയ്ത് പോയാൽ മതി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ നിങ്ങളെ ഈവൻ ദോ M5 ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലും എൻട്രീസ് എന്തായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. Got it. ഓക്കെ. സോ ജീവൻ ബ്രോയ്ക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ നമ്മൾ ഈ ന്യൂസിനെ എങ്ങനെ വേണം അനലൈസ് ചെയ്യാൻ, അതും കൂടെ ഒന്ന്. ജസ്റ്റ് പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. ഞാൻ അതാ ചെയ്യുന്നത്. ഞാൻ അതിന്റെ മുന്നിൽ പോയിട്ട് മസിൽ പിടിക്കാൻ നിൽക്കാറില്ല. മാറിയിരിക്കും. ഓക്കെ. ഈ ഹൈ എനിക്ക് ആയിട്ട് എനിക്ക് കാണിക്കുന്ന എനിക്ക് മാത്രം. ഒരുപാട് നഷ്ടങ്ങൾ തന്നിട്ടുള്ളതാണ് ന്യൂസസ് എന്ന് പറയുന്നത്. ഓ. അപ്പോ നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അവിടെ ഇനി എത്ര ഹൈ പ്രോബിൾ സെറ്റപ്പ് ഉണ്ടെങ്കിലും
ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച് നമ്മൾ പിന്നെ അവിടെ പോയിട്ട് തലവെക്കാൻ വേണ്ടി നോക്കുമോ? ഒരിക്കലും ഓക്കെ. ഇല്ലല്ലോ. ഇല്ല. ഇല്ല. ഇപ്പൊ ഞാൻ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്കറിയാം അതിൽ ബ്രേക്ക് ഇല്ല. എന്നിട്ട് ഞാൻ വണ്ടി ഓടിച്ച് ആക്സിഡന്റ് പറ്റി സൈഡായി. എല്ലാം മാറി ഞാൻ വീണ്ടും റിക്കവർ ആയിട്ട് വന്നു. എനിക്കറിയാം എന്റെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. പക്ഷെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് അതെടുത്ത് പോയി. സംഭവിക്കാനുള്ള എന്തായിരിക്കും? മുമ്പ് സംഭവിച്ചതന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഉം. വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. ഞാൻ അതിനെ കുറ്റം പറയുന്നൊന്നുമില്ല. പക്ഷെ എനിക്കത് എന്തല്ല സേഫ് അല്ല. ഞാൻ സെറ്റ് ചെയ്ത് ഓക്കെ. വെച്ച റൂള് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? വയലേറ്റ് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ചെയ്യാൻ പാടില്ല. പാടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. ഇപ്പൊ ലിയോജിന് എടുത്ത ഒരു ട്രേഡ് ആയിരുന്നു ഇവിടെ കണ്ടിരിക്കുന്ന ഒരു ഷോട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എൻട്രി എടുത്തു, TP അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതേപോലുള്ള സിനാരിയോസ് അഭിലാഷ് അല്ലെങ്കിൽ അബി പ്ലസ് ഷിഫാസ് ഒക്കെ ട്രേഡ് ചെയ്ത സമയത്ത് ഒത്തിരി തവണ SL അടിച്ച സെറ്റപ്പ് അത്. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റർ ലോ പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്തിട്ടില്ല. ഹയർ ടൈം ഫ്രെയിം മാർക്കറ്റ് ഡയറക്ഷൻസ് എല്ലാം ബുള്ളിഷ് ആണ്. അതിനകത്ത് കയറിയിട്ട് ഒരു ഹയർ ടൈം ഫ്രെയിം പീരിയഡ് ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് മുകളിലോട്ട് വരുന്നത്. എൻട്രി എടുത്തു TP അടിച്ചു. പക്ഷെ ഇത് എപ്പോഴും എന്ത് ചെയ്യണമെന്നില്ല, സംഭവിക്കണമെന്നില്ല. നിങ്ങൾ ഇതിനെ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവുക. അല്ലെ നിങ്ങൾ ഇതിപ്പോ ആ ഒരു ഡേ ട്രേഡ് എടുത്തു, നിങ്ങൾ അതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതേ സെറ്റപ്പിൽ അടുത്ത തവണ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യും, എൻട്രി എടുക്കും. അത് ചിലപ്പോൾ SL ആയിരിക്കും. നെക്സ്റ്റ് ടൈം എടുക്കും, വീണ്ടും SL, വീണ്ടും എടുക്കും, SL. അടുത്തൊരു ട്രേഡ് അത് TP അടിക്കും. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം വെച്ചാൽ അത്രയും നേരം വെയിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം. പക്ഷെ വീണ്ടും നിങ്ങൾ പോകുന്ന എങ്ങോട്ട് തന്നെയാണ്, ഈ വെയിലത്തേക്ക് തന്നെയാണ്. അപ്പൊ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ റൂള് എനിക്കിവിടെ എൻട്രി എടുക്കാന്ന് വെച്ചാൽ എൻട്രി എടുക്കായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് റിസ്ക് ആണ്. എനിക്കിത് വർക്ക് ആവുന്നത് വളരെ കുറവാണ്. പിന്നെ ഞാൻ അതിൽ പോയി വീണ്ടും തല വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു ഹൈ ടൈം ഫ്രെയിം പ്യൂരിൽ വൺ സ്റ്റാപ്പ് ചെയ്ത് പ്രൈസ് മുകളിലോട്ട് പോയിട്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ പ്രൈസ് ഫെയിൽ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എനഫ് ബയേഴ്സ് ഇല്ല, സെല്ലേഴ്സ് ഇല്ല. മാർക്കറ്റ് എന്തൊക്കെയോ ഒരു ഇതേ ഏരിയ നിങ്ങൾ ജസ്റ്റ് ഒരു H4ലേക്ക് പോയാൽ ഒരു പക്ക റേഞ്ച് ആയിരിക്കും. കണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവിടെ? നത്തിങ്. ഇവിടെ കിട്ടിയൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ട്. ഈ POയിൽ വരുന്നതിന് മുമ്പ് അത്യാവശ്യം ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ടാ വന്നത്. എന്നിട്ട് പ്രൈസിന് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഇല്ല. മാർക്കറ്റ് ഗോൾഡ് അത്യാവശ്യം വൃത്തിയിട്ട ഗോൾഡായി. ഇനിയിപ്പോ മൺഡേ എന്ത് ചെയ്യുന്ന പോലെ എനിക്കറിയില്ല. ഗോൾഡ് വെച്ചാൽ ഹൈയും ഇല്ല, ലോയും ഇല്ല. ഇത് ന്യൂസ് ചാനലാണ്, ഇതൊരു ന്യൂസിന്റെ ഹൈ ആണ്. ഇനി ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ എന്ത് ചെയ്യും, കളിക്കും. ഒന്നേ ഇതിന്റെ ഹൈറ്റ് മുകളിലോട്ട് പോകണം. സ്റ്റിൽ ഈ ലോ ലിക്വിഡിറ്റി ഇവിടെ കിടക്കുന്നുണ്ട്. സോ ഫ്യൂച്ചറിൽ ഇൻ കേസ് ഈ ഹൈ ബ്രേക്ക് ചെയ്യാൻ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ പ്രൈസ് മുകളിലോട്ട് പോവാതെ താഴോട്ട് വന്ന് ഇതൊക്കെ എടുത്തിട്ട് പിന്നെ താഴോട്ട് വരാൻ മതിയാവും. പക്ഷെ ഗോൾഡിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ടെക്നിക്കലിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടും എന്ത് കാര്യമില്ല, ഗോൾഡിന് കാര്യമില്ല. ഗോൾഡ് ഫണ്ടമെന്റലി അത്യാവശ്യം റെസ്പെക്ട് ചെയ്യുന്ന ഒരു പെയറാണ് എന്തെന്ന് പറയുന്നത്, ഗോൾഡ് എന്ന് പറയുന്നത്. സോ ഞാൻ ന്യൂസ് ടൈം വരുമ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല, സ്റ്റെപ്പ് ബാക്ക് ആണ് ചെയ്യാറ്. ഓക്കെ. ഈ പ്രൈസ് ഓൾറെഡി റണ്ണിങ് ആണ്, ഒരു ട്രേഡ് റണ്ണിങ് ആണെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അവിടുത്തെ ചോയ്സ് എന്ന് പറയുന്നത് അത് അത് നമ്മൾ ഒന്നുകിൽ എക്സിറ്റ് ചെയ്യുക. ഞാൻ ഏറ്റവും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ NFT പോലുള്ള ന്യൂസ്, NFT, CPI, ഫെഡ്, ഓക്കെ, ഈ 3 ന്യൂസും ആ. ആണെങ്കിൽ ഞാൻ മാക്സിമം ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, പ്രത്യേകിച്ച് NFPയും ഫെഡും ടു സൈഡ് മൂവ് ആയിരിക്കും. ഒരേ സമയത്ത് ബൈ സൈഡും കളക്ട് ചെയ്യും, സെൽ സൈഡും എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അതാണ് കളക്ട് ചെയ്യും. NFPന്റെ വ്യത്യാസം. വളരെ റയറസ്റ്റ് കേസിലാണ് വൺ സൈഡ് മൂവ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഫെഡും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. ഫെഡ് വരുന്നതിന് മുമ്പ് മിക്ക സമയത്തും ഫെഡ് നെഗറ്റീവ് ആണ് ചേരുക. കഴിഞ്ഞ വർഷം മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഒരു അപ്സൈഡ് മൂവ് തരും, ന്യൂസ് വരുന്നതിന് മുമ്പ് ഒന്ന് റേഞ്ച് ആവും, പിന്നെ ഒറ്റ പോക്കായിരിക്കും. പക്ഷെ CPയുടെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ മിക്ക സമയത്തും വൺ ഡയറക്ഷണൽ മൂവ്സ് ആണ് CP എന്ത് ചെയ്യാറ്, ക്രിയേറ്റ് ചെയ്യാറ്. ഈ CPIന്റെ ന്യൂസ് ബേസിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. CPIയിലാണ് അവൻ അധികം ട്രേഡ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് ഒറ്റ കാര്യമുള്ളൂ, ക്യാപിറ്റൽ $20 എന്ത് ചെയ്യും, വെക്കും. ഓക്കെ, SL. മാക്സിമം ലിവറേജ് യൂസ് ചെയ്തിട്ട് ക്യാപിറ്റൽ 100% എന്ത് ചെയ്യും, റിസ്ക് ചെയ്യും. SL വെക്കുക. ഈ $20 റിസ്ക് ചെയ്യും. എന്നിട്ട് മാക്സിമം ലിവറേജ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ട്രേഡ് എടുക്കും. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യും, ഒരു അക്കൗണ്ടിൽ ബൈ ചെയ്യും, മറ്റേ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, സെല് ചെയ്യും. സെല് ചെയ്യും. സോ CPI മിക്ക സമയത്തും വൺ ഡയറക്ഷൻ മൂവ് ആണ്. ഇടയ്ക്ക് ടു ഡയറക്ഷൻ മൂവ് ചെയ്യും, അപ്പൊ രണ്ടും അടിച്ചു പോകും, അത് വേറെ കാര്യം. പക്ഷെ വൺ ഡയറക്ഷൻ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ കാര്യം എന്ന് ചോദിച്ചു നോക്ക്. ഞാൻ
CPI 1 ഡയറക്ഷനിൽ മൂവ് ആണ് മിക്ക സമയത്തും ഒരു സൈഡ് എന്താവും നെഗറ്റീവ് ആവും. അത് മാക്സിമം പോയി എത്രേ പോവുള്ളൂ? $20 $20. പോകത്തുള്ളൂ പോവാണെങ്കിൽ. ഇതിന്റെ 10x ഒക്കെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഡിപ്പെൻസ് നമ്മൾ എങ്ങനെ ലിവറേജ് സ്പെൻഡ് ചെയ്യും അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? റിട്ടേൺസ് കിട്ടും. എങ്ങനെ പോയി കഴിഞ്ഞാലും അത്യാവശ്യം പ്രോഫിറ്റ് മന്ത്ലി അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ജനറേറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാനിത് പൊതുവേ ഞാൻ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഒട്ടും ഓക്കെ ആയിട്ട് വരുന്നില്ല. ഇടയ്ക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ട്രേഡ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നം വെച്ചാല് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റൈറ്റ് സ്പ്രെഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ എനിക്ക് ട്രൈ ചെയ്യാം കേട്ടോ. പക്ഷെ ക്യാപിറ്റൽ അടിച്ചു പോയിട്ട് എന്നോട് പറയരുത് കേട്ടോ, വേറെ കാര്യം. ഒരു ഗെയിം, ഒരു ഗാംബ്ലിംഗ്, അതിനെ പക്ക ഗാംബ്ലിംഗ് പോലെ കണ്ടാൽ മതി. മാക്സിമം പോയി $20 നിങ്ങൾക്ക് പോകുന്നുള്ളൂ. അതെ. നിങ്ങൾ വിഷമിക്കാനൊന്നുമില്ല. നിങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പോ എത്ര പൈസ സ്പെൻഡ് ആവുന്നത്? അപ്പൊ അതിനനുസരിച്ച് വിഷമിക്കാനോ? amount കൂടെ ഇട്ടാൽ മതി. 5 ആൾക്കാര് മന്തി കഴിക്കാൻ പോയാൽ തന്നെ ഈ പൈസ ആയില്ലേ? $20 അടുത്തായില്ലേ? അത്ര കണ്ടാ മതി. ഓക്കെ, വേറെന്താ ഡൗട്ട് ഉള്ളത്? ഓക്കെ ബ്രോ, വേറെ ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഞാനാണ് ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഫൈൻ. ഞാൻ അടുത്ത സ്വിച്ച് ചെയ്യട്ടെ. ഓക്കെ. ഫൈൻ. നിങ്ങൾ ഇവിടെ FX യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഓൾഡ് അക്കൗണ്ട് ആണ് നിങ്ങളുടെ FX സ്റ്റാർട്ട് വിത്ത് 6. നിങ്ങളുടെ FX ലോഗിൻ ചെയ്തതിന് ശേഷം 2 സർവേസ് ഉണ്ടാവും. ഞാൻ ഓൾറെഡി ഡിസ്കോഡ് ആക്കിയിട്ടുണ്ട്. ആ സർവേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതർവൈസ് നിങ്ങളുടെ അക്കൗണ്ടും അതിനകത്തുള്ള പൈസയും എന്താവും? ലോസ് ആവും. നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും അത് സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സോ കുറച്ച് ലിസ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട് നമ്മൾ എലമെന്റൽ സ്റ്റുഡൻസിന്റെ. അവർക്ക് ഓൾറെഡി ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ 7th മുമ്പ് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നിങ്ങളുടെ ക്യാഷ് കാര്യങ്ങളൊക്കെ എനിക്ക് ലോസ്റ്റ് ആവും. ഓക്കെ, സോ നെക്സ്റ്റ് ആളിലേക്ക് അഭിഷേക് ബ്രോ. ഹലോ, ഐ തിങ്ക് നീ നേരത്തെ അയച്ച് എനിക്ക് ഏതെങ്കിലും ഒരു ഡിവൈസ് ഇരിക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ബട്ട് എക്കോ അടിക്കുന്നു. ഇല്ലല്ലോ. ഹലോ, അഭിന്റെ സൈഡിൽ എനിക്ക് എക്കോ അടിക്കുന്നത് എന്താന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഫസ്റ്റ് ബ്രോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് നിന്നാണ് എക്കോ വരുന്നത്. പറടാ, കേക്കാം പറഞ്ഞോ. ഞാനേ ഗോൾഡിലൊക്കെ ആണെങ്കിലും കറൻസിയിലാണെങ്കിലും സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും 200 പിപ്പ് ആയിരിക്കും നോർമലി SL ഒക്കെ വെക്കുന്നത്. 200 ടിപ്സ് എന്ന് പറഞ്ഞാല് 200 ടിക്സ് ആണോ പിപ്സ് ആണോ? ടിക്സ് അത്രയായിരിക്കും വെക്കുന്നത്. 200 ടിക്സ് എന്ന് പറഞ്ഞാൽ 2 പിപ്സ്. അതന്നെ അതന്നെ. ഓക്കെ, അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ ട്രേഡ് ഈ സ്കാൽപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഈ 200 പിപ്പിൽ കൂടുതൽ, ചിലപ്പോ 300. അപ്പൊ എനിക്ക് ഈ സ്കാൽപ്പിംഗിൽ ഇപ്പൊ 200 വെക്കുന്നത് മിക്കണ്ണവും SL അടിക്കാണ്. അപ്പൊ ഈ സ്കാൽപ്പിംഗ് ഇത്രയും ചെറിയ വെക്കുന്നത് കൊണ്ടാണോ? നേരത്തെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, അതിനുള്ളിൽ തന്നെ വന്നിട്ട് കറക്റ്റ് മാർക്കറ്റ് പോകേണ്ട റേഞ്ചിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോ സ്കാൽപ്പിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനായിട്ട് എന്തെങ്കിലും റേഞ്ചിന്റെ ആണോ? ഒരിക്കലും സ്കാൽപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പിപ്സ് റൂള് വെക്കരുത്. ആണോ? അതൊരു കാര്യം. ഒരിക്കലും ട്രേഡിങ്ങിനകത്ത് പിപ്സ് റൂള് വെക്കരുത്. നിങ്ങൾ ആ റൂള് ഫോളോ ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്റർ ജോഷു ആയതുകൊണ്ടാണ് നിങ്ങൾ പ്രൈസിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നത്? വെക്കുന്നത്. ഞാൻ ഷിഫാസിനോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ റൂൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഫോളോ ചെയ്യാറില്ല. ഞാൻ ഏരിയ നോക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യാറ്? SL വെക്കാറ്. അത് എത്രയൊക്കെ നമുക്കിപ്പോ ഒരു മാർക്കറ്റിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് SL നമ്മൾ വെക്കുന്നത്, അതല്ല സ്കാൽപ്പിങ്ങിന്? ഏരിയ മീൻസ് അവിടുത്തെ പ്രൈസ് ആക്ഷൻ ഡിപ്പെൻസ് ആണ് എന്റെ SL ഏരിയ വരാറ്. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് എത്രത്തോളം റിസ്ക് കുറയ്ക്കുന്നു വെച്ചാൽ 2 പിപ്സിലേക്ക് വരുന്നോ അല്ലെങ്കിൽ എത്രത്തോളം മാക്സിമം ലോസ് പിപ്സിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിവാർഡ് എടുക്കാൻ വേണ്ടി പറ്റും.
പക്ഷേ ഈ മാർക്കറ്റ് മൂവ്മെന്റ്സ് നമുക്ക് എപ്പോഴും മെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ predict ചെയ്ത പോലെ ആയിരിക്കില്ല. എസ്പെഷ്യലി നീ ലോ ടൈം ഫ്രെയിമിലാണ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നമില്ല. അപ്പൊ നീ ഒരു ഏഴ് പ്രൈസ് എപ്പോഴും പിക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ്സ്റ്റ് പോയിന്റ് എപ്പോഴും ചൂസ് ചെയ്യും. ചിലപ്പോ ഒരു പിപ്പ് കൂടി ചിലപ്പോൾ കൂടുതൽ വെക്കേണ്ടി വരും. ചിലപ്പോൾ 3 പിപ്പ് വെക്കേണ്ടി വരും. ഓക്കെ, ഗോൾഡ് അല്ലേ, ഗോൾഡിൽ 3 പിപ്പ് വെക്കുന്നതിനൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഗോൾഡിനെ സംബന്ധിച്ചോളം 5 പിപ്സ് എന്ന് പറയുന്നതും ചെറിയ പ്രൈസ് ആണ്. പക്ഷെ ഇയുല് ജിയുല് എയിലൊക്കെ വരുമ്പോ 5 പിപ്സ് ഒക്കെ എന്താണ് വലുതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പ്രൈസ് വെച്ചിട്ട് എസ് എൽ വെക്കുന്നത് ഞാൻ പൊതുവെ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. ശരിയാണ്, കൂടുതൽ റിവാർഡ് കിട്ടും. പക്ഷേ ഒരുപാട് പടക്കം പൊട്ടിയിട്ട് അവസാനത്തെ പടക്കം മാത്രം അല്ല, ഒരുപാട് പടക്കം ചീറ്റി പോയിട്ട് അവസാനത്തെ മാത്രം പൊട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഓക്കെ ജനേരിക്ക മനസ്സിലായി. മനസ്സിലായില്ലേ? അപ്പോ ആ പ്രൈസ് വെക്കുന്നതിൽ ഒരിക്കലും നീ ഒരു റൂള് വെക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഏരിയ ബേസ്ഡ് ആകുമ്പോൾ കുറച്ചുകൂടി സേഫസ്റ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ, ഗോട്ട് ഇറ്റ്. ഓക്കെ 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 മോളെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഷിഫാസ് ബ്രോയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്കാൽപ്പിംഗ് പറ്റിയൊരു മെത്തേഡ് നമുക്ക് ഹൈ ടൈം ഫ്രെയിം ബേസിന് സ്കാൽപ്പ് ചെയ്യാൻ പറ്റിയ രീതി. ഞാൻ ചെയ്യുന്നൊരു ഐഡിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് റേഞ്ച് കണ്ടുപിടിക്കും. എക്സ്ട്രീം പോയിന്റ് ആയിരിക്കും എപ്പോഴും സ്കാൽപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അത് അൺമിറ്റിഗേറ്റഡ് ആവാം, ബ്രേക്കപ്പ് ബ്ലോക്ക് ആവാം. പ്രൈസ് അവിടെ വരുമ്പോൾ 4 മണിക്കൂറാണെങ്കിലും എനി ടൈം ഫ്രെയിം ആണെങ്കിലും എക്സ്ട്രീം പോയിന്റ് സെലക്ട് ചെയ്യും. എസ് ടൈറ്റ് ആയിട്ട് വെക്കും, 153 RR വെക്കും. ഇതെന്തായാലും കിട്ടും. പ്രൈസ് എന്തായാലും ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന എനിക്കറിയാം. ഹൈ ടൈം ഫ്രെയിം ബേസ്ഡ് സ്കാൽപ്പിംഗ് ലോ ടൈം ഫ്രെയിം ബേസിൽ സ്കാൽപ്പ് ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് ഡയറക്റ്റ് എൻട്രി ആയിരിക്കും മിക്ക സമയത്ത്. ഇവിടെ ഞാൻ ചോദിച്ചത് ഈ സാധനം ഞാൻ ചെയ്യാറുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് എന്തായാലും ഒരു 3 വിപ്പിന്റെ അല്ലെ 3 RR നമുക്ക് എന്തായാലും കിട്ടും. ഇതിനേറ്റ് മുകളിലോട്ട് പോകുന്ന എനിക്കറിയില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാനിൽ എന്തായാലും ചെറിയ റിയാക്ഷൻ മുകളിലോട്ട് തരും. പിന്നെ പ്രൈസ് എങ്ങോട്ട് പോവാം? ആയിട്ട് പോവാം. LTF നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ 5 മിനിറ്റ് ആണ് ഞാൻ കൂടുതലായിട്ട് ചൂസ് ചെയ്യാറ്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ സ്കാൽപ്പിംഗ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഹൈ ടൈം ഫ്രെയിമിന്റെ ബേസിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അതും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, പിന്നെ 5 മിനിറ്റിലൊക്കെ നിങ്ങൾക്ക് ട്രേഡിംഗ് ഇപ്പോ മാർക്കറ്റ് ഡയറക്ഷൻ ബുള്ളിഷ് ആണെങ്കിൽ 5 മിനിറ്റിന്റെ ട്രേഡിംഗ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രേഡ് എടുക്കാം. ചെറിയ എസ്എൽ ചെറിയ ടീപ്പിൽ നിങ്ങൾക്ക് ട്രേഡ് കിട്ടും. ഇപ്പൊ 5 മിനിറ്റ് ഒക്കെ നിങ്ങൾ ട്രേഡിംഗ് റേഞ്ച് ആണെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 2 to 3 പിപ്സിന് നിങ്ങൾക്ക് എസ്എൽ റേഞ്ച് കിട്ടുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആറാറും കിട്ടും. പക്ഷേ ഞാനിപ്പോ കുറെ ഒരു ആയിട്ട് സാമ്പിൾ ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു സാമ്പിൾ ഏത് സാധനം ഏതെങ്കിലും ഒരു സാമ്പിൾ എടുത്ത് ഈ HTF ബേസ്ഡ് മനസ്സിലായില്ല. ഹൈ ടൈം ഫ്രെയിം ബേസ്ഡ് സ്കാൽപ്പ് ചെയ്യുന്നതിന്റെ ഒരു സാമ്പിൾ അത് കഴിഞ്ഞ ദിവസം തന്നെ ഗോൾഡിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജസ്റ്റ് നോക്ക്, നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് ഉണ്ടായിരുന്നല്ലേ. സെക്യൂരിറ്റീസ് ന്യൂസ് ആയതുകൊണ്ട് ഞാൻ വന്ന് പ്ലേസ് ചെയ്യാൻ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ സ്ട്രോങ് ക്യൂം കിട്ടി, വീക്ക്യൂം. എൻട്രി എടുക്കും. എസ്എൽ ടൈറ്റ് ഒരുപാടൊന്നും വെക്കൂല. ഇതിന്റെ ബേസിലായിട്ട് ട്രേഡ് എടുക്കുന്നത് ചെറിയ എസ്എൽ വെക്കും. ജനേരിക്ക അപ്പൊ ആ ഒരു ക്യൂമിന്റെ ബ്രേക്കർ ബ്ലോക്കില് ഓൾറെഡി സ്റ്റാർട്ടിങ് വന്നിട്ടില്ലേ? ഇവിടെ അല്ലേ വന്ന ബ്രേക്കറില് ബ്രേക്കർ ഇൻവാലിഡ് ആയി. ഈ ഹൈ ബ്രേക്ക് ചെയ്യാൻ പ്രൈസ് ഫെയിൽഡ് ആയിരുന്നെങ്കിൽ ഈ ലോ പിന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ അടുത്ത POE എവിടെ നോക്കും? ക്യൂമിലൈൻ ഉണ്ട്. ഓക്കെ മനസ്സിലായി. അപ്പൊ നമുക്ക് ഒരു ക്യൂമില് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിന്റെ നെക്സ്റ്റ് ഒരു POയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു പ്രൈസ് സെഷൻ പറയുവാണെങ്കിൽ ഇപ്പൊ ലോ സ്വീപ്പ് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മോൾട്ട് പോയി താഴോട്ട് വരുന്ന സമയത്ത് പ്രൈസ് ബ്രേക്കർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് മോൾട്ട് പോകുന്ന സമയത്ത് 2 സിനാരിയോസ് സംഭവിക്കാല്. വീക്കം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇല്ല. ഓക്കെ, പ്രൈസ് വീക്കം ബ്രേക്ക് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത POE എവിടെ? ഇത് നമുക്ക് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ഈ ലോ വീക്ക് ആണ്. ഈ ലോ സ്ട്രോങ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് വീക്ക് ആയത് നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ അടുത്ത POE വെക്കും. പിന്നെ വരുന്നത് ഇവിടെയാണ് ക്യൂമൽ ലൈൻ.
പിന്നെ ഡിമാൻഡ് മിക്ക സമയത്ത് ക്യൂഎംഎൽ വരുമ്പോൾ ഡിമാൻഡിനോട് റെസ്പെക്ട് ചെയ്യണം പ്രൈസ് എങ്ങോട്ട് പോകാറ് ഇങ്ങോട്ട് പോകും. ഈ പോകുന്ന പോക്കിലാണെങ്കിൽ പോലും വീക്കം ബ്രേക്ക് ചെയ്യാൻ പ്രൈസ് ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ മൊത്തം ട്രേഡിംഗ് റേഞ്ച് എന്താണ് ഇൻവാലിഡ് ആവാൻ പോവാ. പ്രൈസ് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് ഇങ്ങനത്തെ സിനാരിയോ സംഭവിക്കുന്ന ഹയർ ടൈം ഫ്രെയിമിന്റെ ബേസിൽ ഏതെങ്കിലും പിഒയിൽ ടാപ്പ് ചെയ്ത് നിൽക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഹയർ ടൈം ഫ്രെയിമോട് നോക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ ഫസ്റ്റ് ബ്രേക്ക് വേറെ ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, സാംസങ് ബ്രോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ഡൗട്ടായിട്ടില്ല. ഈ ഒരു ഡയറക്ഷൻ നോക്കാമോ നെക്സ്റ്റ് വീക്കിലേക്ക്? യെസ്, വീക്ക്ലി ഇപ്പോൾ ഉള്ളതും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയുന്ന ഈ ഒരു അൺമിറ്റിഗഡ് വീക്ക് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടേക്ക് വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല അവിടെ വരുമോ എന്നുള്ളത്. ദെൻ വീക്കിലി ഇത്രയേ ഉള്ളൂ പ്രൈസ് സെഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ വരാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മുന്നേ പ്രൈസ് നമുക്കൊരു ബ്രേക്ക് ഓഫ് തന്നിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മിക്ക സമയത്തും ഈ ഒരു ഹൈ ലിക്വിഡേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ചിലപ്പോൾ നെക്സ്റ്റ് പ്രൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് താഴോട്ട് പിന്നെ വരില്ല, ജസ്റ്റ് മുകളിൽ കയറി പോകും. ഇത് ലിക്വിഡേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിട്ടായിരിക്കും ചിലപ്പോൾ പ്രൈസ് എങ്ങോട്ട് പോവാ, താഴോട്ട് പോവാം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പ്രൈസ് സെഷൻ എന്ന് പറയുന്നത്. യാ, ഇവിടെ ലിക്വിഡിറ്റി ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഡെയിലിയിലേക്ക് പോകുന്ന സമയത്ത് ഡെയിലിന്റെ ഏരിയ താഴെയാണ് വരുന്നത്, ഈ കാണുന്ന പ്രൈസ് സെഷൻ. ഇവിടെ നിന്നാണ് നെക്സ്റ്റ് ബൈ ബേസ്ഡ് ഓൺ ഡെയിലി എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള ഡെയിലിന്റെ വേറൊരു പോസിബിലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെയിലിന്റെ ബേസിൽ കൗണ്ടർ ട്രെൻഡ് വർക്ക് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് നോക്കാം, സെല്ല് നോക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ആ സെല്ല് വരുവാണെങ്കിൽ ഉള്ള ഒരു പോസിബിലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൈസ് താഴോട്ട് വന്ന് മുകളിലോട്ട് പോകും. എന്നിട്ട് ഡെയിലിയുടെ പിഒയിലെ ടാപ്പ് ചെയ്യും. അത് ഇനി പിഒഐസ് ഇപ്പോൾ ഇവിടെ സപ്ലൈ സോൺ ഉണ്ട്, ഇവിടെ സപ്ലൈ ബ്രേക്ക് ബ്ലോക്ക് ക്യൂഎംഎൽ ലൈൻ എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. പ്രൈസ് ഇവിടെ വരാം, എക്സ്ട്രീം വരെ പ്രൈസ് റിയാക്ട് ചെയ്യാം. ഈ ഒരു മൊമെന്റ് സംഭവിക്കാൻ പോകുന്ന പ്രൈസ് ആക്ഷൻ ലോവർ ടൈം ഫ്രെയിമിൽ മെനി ടൈംസ് ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നുവെച്ചാൽ അനഫ് ബയേഴ്സ് വന്നില്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യും. ഓക്കെ, സോ മാർക്കറ്റിന് എപ്പോഴും ഒരു ഫേക്ക് ഡയറക്ഷൻ കിട്ടേണ്ടത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം തിരിച്ച് ഈ പിഒയിൽ വരാം, എക്സ്ട്രീമിലേക്ക് വരാം. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ഒരു ക്യൂഎംഎൽ ലൈൻ്റെ എക്സ്ട്രീം പോയിന്റോ അല്ലെങ്കിൽ ഈ കാണുന്ന പിഒയുടെ 50%ലോ പ്രൈസ് വന്നതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു എന്താ പറയാ സംതിങ് ലൈക്ക് വിക്കോട് കൂടി ക്ലോസ് ചെയ്യാം. ഈ ഒരു ക്ലോസ് ചെയ്യുന്ന ഈ ഒരു മൊമെന്റ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട് സംഭവിക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി പിഒഐ റെസ്പെക്ട് ചെയ്തു. രണ്ടാമത്തെ കാര്യം വെച്ചാല് ഒരു ഡെയിലിന്റെ ഏരിയ സ്വീപ്പ് ചെയ്തു. ഓൾസോ നമ്മൾ വീക്കിന്റെ ലിക്വിഡിറ്റിയും സ്വീപ്പ് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്രൈസ് എവിടെ വന്നില്ല, ഡിമാൻഡ് സോണിൽ വന്നിട്ടില്ല. ഇനി അതല്ല പ്രൈസ് താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ബൈ നോക്കാം. ഇത് താഴോട്ട് വരുമ്പോഴും ബൈ നോക്കാം. പക്ഷെ ഈ ബൈനൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ലോങ് റൈഡ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല, ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു ഷോർട്ട് മാത്രം ചെയ്യുന്നതാണ് നല്ലത്. ഇതൊക്കെയാണ് വീക്കിലി എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി അല്ലെങ്കിൽ പ്രൈസ് പിന്നെ ഇത് ബ്രേക്ക് ചെയ്ത് പോകും. ബ്രേക്ക് ചെയ്ത് പോയാൽ മാർക്കറ്റ് പിന്നെ ബൈ സൈഡിനെ നോക്കാനുള്ളൂ. പിന്നെയുള്ള ഒരു സെൽ സൈഡ് എന്ന് പറയുന്നത് വീക്കിന്റെ അൺമിറ്റിഗഡ് വീക്കിലൊക്കെ എത്തുമ്പോഴാണ്. അതിന് പ്രൈസ് ഒരുപാട് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ക്യൂഎംഎല്ലൊക്കെ എത്താനായിട്ട് ഒത്തിരി ഏരിയ ഉണ്ട്. ഐ തിങ്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും 200 പിപ്സിന്റെ മൂവ്മെന്റ്സ് എങ്കിലും അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇറ്റ്സ് ഹ്യൂജ്. 200 പിപ്സിന്റെ മൂവ്മെന്റ് ഒറ്റയടിക്കുന്ന മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് പാടാണ്. ഓക്കെ, സോ ഇതാണ് ഡെയിലി വീക്കിലിന്റെ പ്രൈസ്. പറ ബ്രോ. അതെ, മന്ത്ലി ടൈം ഫ്രെയിമില് മന്ത്ലിയിൽ നോക്കുമ്പോ ആ ചെറിയൊരു സെല്ലൊക്കെ എടുത്തിട്ടുള്ളൊരു മന്ത്ലി സെല്ലാണ്, പിന്നെ ക്വാർട്ടർ ഹൈ കൊടുത്തിട്ടുണ്ട്. മന്ത്ലി നല്ല സ്ട്രോങ് സെല്ലാ.
പക്ഷെ മന്തിലേക്ക് നമ്മള് ഇൻട്രാഡേ ഇപ്പൊ സെപ്റ്റംബറിൽ ഒരു ക്വാർട്ടർ കഴിഞ്ഞില്ലേ? അതെ കഴിഞ്ഞു. അപ്പൊ അന്ന് വെച്ചപ്പോ ഒരു ക്വാർട്ടറിന് ഹൈ എടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടലൊന്ന് കഴിഞ്ഞു, സെപ്റ്റംബറിൽ കഴിഞ്ഞു. ഒരു quarter ഇനിയിപ്പോ Q4 വരാനുള്ളൂ. Q3 കഴിഞ്ഞു. ക്വാർട്ടർലി റിപ്പോർട്ടിന്റെ ബേസിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് ഡാറ്റാസും കാര്യങ്ങളൊക്കെ വേണം. സോ ക്വാർട്ടർലി ഞാൻ ഒരു കറന്റ്ലി ഇപ്പൊ എന്തായാലും സെല്ലല്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് ഇപ്പോഴും സെല്ല് തന്നെയാണ്. പക്ഷെ ഞാൻ സ്ഥിരം ഇത് അൺമിറ്റിഗെങ്കിലും അറ്റ്ലീസ്റ്റ് വരാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മന്ത്ലി വീക്ക്ലി ആ ഒരു ടൈം ഫ്രെയിം റൂള് പ്രൈസ് എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്തിട്ട് പോകും. പക്ഷെ നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ മന്ത്ലി ഡാറ്റ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റൂല. ഓക്കെ, നമ്മൾ ട്രേഡ് ചെയ്യുന്നത് 15 മിനിറ്റിലും 1 അവറിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത്. മാക്സിമം പോയി 4 മണിക്കൂറിന്റെ ബേസിൽ, അതിലപ്പുറം നമ്മൾ നോക്കുന്നില്ല. ഒരു മന്ത്ലി ഇതിപ്പോ നോക്കി ഈ കാണുന്ന ഡെയിലിയിലാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല, ഇവിടെ കണ്ടൊരു പ്രൈസ് ആക്ഷൻ ഇത് ചിലപ്പോ M50 വരുമ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ആയിരിക്കും അല്ലേ. പക്ഷെ ഷോർട്ട് ടേമിലേക്ക് അത് വർക്ക് ചെയ്യും, ഒരു ചെറിയ സെല്ലർ വർക്ക് ചെയ്യും. പക്ഷെ പിന്നെയും മുകളിൽ പോയിട്ടായിരിക്കും പിന്നെ എങ്ങോട്ട് പോകുന്നുണ്ടാവുക, ആയിട്ട് പോകുന്നുണ്ട്. സോ വീക്കിലി ഡെയിലി എന്റെ എത്ര പ്ലാൻ ഉള്ളൂ. H4 ഈ ഒരു ഡെയിലിന്റെ വീക്കിന്റെ ബ്രേക്ക്ഔട്ട് ഒക്കെ വന്നതുകൊണ്ട് തന്നെ പിന്നെ ബാക്കിയുള്ള ടൈം ഫ്രെയിംസ് ഒക്കെ എനിക്ക് എന്താണ് പോയിക്കാലോ. H4 ആണെങ്കിലും H1 ആണെങ്കിലും എല്ലാം സെൽ സൈഡ് തന്നെയാണ്. പിന്നെ ആകെ ശ്രദ്ധിക്കുന്ന ഒരു ഹ്യൂജ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ട്രെയിൻ ലൈൻ ഉണ്ട്. സോ ഇതിനകത്തൊന്നും കയറിയിട്ട് വൺവേ പോയിട്ട് ഇതിനൊരു ട്രേഡിംഗ് റേഞ്ച് കൺസിഡർ ചെയ്തിട്ട് സെല് ചെയ്യുന്നത് എന്തല്ല, ഞാൻ സജസ്റ്റ് ചെയ്യൂല. ഇവിടെ ട്രേഡിംഗ് റേഞ്ച് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കുക, ചെറിയ ഷോർട്ട് ടേം സെല്ല് മാത്രം നോക്കിയിട്ട് എന്ത് ചെയ്യുക, ചെയ്യാം. പക്ഷേ സ്കാൽപ്പിംഗ് ഒക്കെ പോലെ അല്ലേ? സ്കാൽപ്പിംഗ് ഒക്കെ പോലെ എന്നുവെച്ചാൽ ഇവിടെ നമുക്ക് മാർക്കറ്റിനകത്ത് ഹ്യൂജ് ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് ആണ് ഇവിടെയൊക്കെ കിടക്കുന്നത്. ഇതൊക്കെ പ്രൈസിന് ഹണ്ട് ചെയ്യാനുള്ളതാണ്, ഇതൊക്കെ ലിക്വിഡിറ്റീസ് ആണ്. അപ്പോ ഇവിടെ പിന്നെ ഇത് ന്യൂസ് സ്കാനിലാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ന്യൂസ് സ്കാനിന് തൊട്ട് മുമ്പുള്ള ക്യാനൽ എന്തല്ല, ന്യൂസ് സ്കാനിലല്ല. പേര് നോക്കാം, പക്ഷെ ഇത് ഇന്റേണൽ ബേസ്ഡ് ആയതുകൊണ്ട് അതിന്റെ റിസ്ക്കും ഉണ്ട്. നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം സെല്ല് മാത്രം ഈ ഏരിയയിലേക്ക് നോക്കുക. ഒരു ലോങ് ടേമിലേക്ക് നോക്കണമെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് നോക്കുക, സ്ട്രീമിലേക്ക് വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇനിയിപ്പോ എന്തായാലും മൺഡേ എന്തായാലും ട്രേഡ് നോക്കൂല, അത് വേറെ കാര്യം. NFT വന്നുകൊണ്ട് മൺഡേ ചിലപ്പോൾ ഷോക്ക് ആയിരിക്കും. ട്യൂസ്ഡേക്ക് എന്ത് ചെയ്യുള്ളൂ, ട്രേഡിന് വേണ്ടി ഇരിക്കുള്ളൂ. NFT CPI ഒക്കെ വന്നു കഴിഞ്ഞ് ഞാൻ ആ നെക്സ്റ്റ് ഡേ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നത് സാധാരണ വളരെ കൂടുതലാണ്. മൺഡേ പ്രൈസ് സെഷൻ ഒക്കെ നോക്കി എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് എല്ലാം നോക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഈ ഇത്രയുള്ളൂ ഫോക്കസ്. എന്ത് ബ്രോ? ഇല്ല, മനസ്സിലായെന്ന് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു പ്രൈസ് സെഷൻ എക്സ്പെക്ട് ചെയ്യുക. അവിടെ വന്നതിന് ശേഷം ഇത് തരാം. എന്തായാലും ഓപ്പൺ പ്രൈസിൽ ഒരു സെല്ല് എന്തായാലും ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഇതിന് ലോങ്ങിലേക്ക് കൊണ്ടുപോയത് പ്രൈസ് വീണ്ടും മുകളിലോട്ട് വരാം. ശരിയല്ല, ഇവിടെ ഒരു നല്ല ലിക്വിഡിറ്റി കിടക്കുന്നുണ്ട്, അത് പ്രൈസിന് എടുക്കണം. വീക്കിന്റെ ഹൈ ആണ്, എല്ലാ ടൈം ഫ്രെയിംസിന്റെ ഹൈ ആണ്. സോ അവിടെ വന്നിട്ടായിരിക്കും പിന്നെ ഒരു സെല്ല് നമുക്ക് കുറച്ചുകൂടി കിട്ടുന്നുണ്ടാവുക. പക്ഷെ ഇങ്ങനത്തെ സമയത്തുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ തരുന്ന സെല്ല് പിന്നെ കൺഫർമേഷൻ നിൽക്കൂല, ഇതിങ്ങനെ പോകും. പിന്നെ അപ്പൊ 15 മിനിറ്റിലൊക്കെ പോയിട്ട് ഇവിടെയുള്ള ട്രേഡ്സ് ഒക്കെ എന്ത് ചെയ്യണം, ഹൈഡ് ചെയ്യേണ്ടി വരും. അത്രയല്ലേ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ മിക്ക സമയത്ത് ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ സമയത്ത് പ്രൈസ് തിരിച്ച് കൺഫർമേഷൻ ഒന്നും വരില്ല, പിന്നെ ഒറ്റ പോക്കായിരിക്കും. അത് വീക്കിന്റെയും ഡെയിലിന്റെയും ബേസിൽ കേട്ടോ. ബാക്കിയുള്ള ടൈം ഫ്രെയിംസിലൊക്കെ റെസ്പെക്ട് ചെയ്യും. പക്ഷെ വീക്കും ഡെയിലൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് വൺസ് ഈ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല സ്ട്രോങ് പ്രഷർ വരും, സെൽ പ്രഷർ അവിടെ വരും. ചില ആവശ്യത്തിനുള്ള ബയേഴ്സിനെ പല തവണയായിട്ട് മാർക്കറ്റിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പൊ നോക്കി ലോ ടൈം ഫ്രെയിം ഇപ്പൊ ഇത് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വേണം എനിക്ക് ഇവിടെ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്താ വെച്ച് കഴിഞ്ഞാല് ബൈസ് ഇതിനകത്തുള്ള മുകളിലുള്ള ബൈസ് എന്ത് ചെയ്യാം, നോക്കി പോവാം. പക്ഷെ 50% വന്ന് ടാപ്പ് ചെയ്തതിനു ശേഷം പിന്നെ ബൈസ് എന്ത് ചെയ്യരുത്, നോക്കരുത്.
പിന്നെ സെല്ലിന് നോക്കി ബൈ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഒരു മാക്സിമം 0.40 എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. ചില ഹയർ ടൈം ഫ്രെയിം POI ആണ്. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഹയർ ടൈം ഫ്രെയിമിന്റെ POI ആണ്. അവിടെയുള്ള റിയാക്ഷൻ എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. ഓക്കെ. Got it? Yeah. അല്ലെങ്കിൽ പിന്നെ ഇവിടേക്ക് വരണം പ്രൈസ്. അതുവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 15 മിനിറ്റിന്റെ ബേസിൽ സെൽ ചെയ്ത് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ 1 അവറിന്റെ ബേസിൽ സെൽ ചെയ്തിട്ട് വരാം. ആ സ്പിയറിൽ ടാപ്പിന് ശേഷം പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. ഈ ലിക്വിഡിറ്റി എപ്പോൾ ഹണ്ട് ചെയ്യുന്നോ എനി മൊമെന്റ് നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ബൈ എക്സ്പെക്ട് ചെയ്യാം. അത് POയിലേക്ക് തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ ബ്രേക്കപ്പ് ബ്ലോക്കിലാവാം, അല്ലെങ്കിൽ ഈ ഏരിയയിൽ എവിടെയെങ്കിലും വീക്കിന്റെ ബേസിൽ എന്തെങ്കിലും അൺമിറ്റിഗേറ്റഡ് വിക്ക് ഒക്കെ ഉണ്ടോ നോക്കുക. ഇപ്പൊ വീക്കിന്റെ അൺമിറ്റിഗേറ്റഡ് വിക്ക് അല്ലേ, വീക്കിന്റെ അൺമിറ്റിഗേറ്റഡ് വിക്ക് ആണ്. വീക്കിന്റെ ഓൾമോസ്റ്റ് ബ്രേക്കപ്പ് ബ്ലോക്ക് ഓ സംതിങ് ലൈക്ക് വീക്കിന്റെ ബ്രേക്കപ്പ് ബ്ലോക്കും ഇല്ലേ. അപ്പൊ ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ നെക്സ്റ്റ് റിയാക്ഷൻ കിട്ടുന്നുണ്ടാവാം. ഇതാണ് നമ്മുടെ ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത്. അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള POI ഏതാണോ അവിടെ നിന്നായിരിക്കും പ്രൈസ് നെക്സ്റ്റ് റേറ്റ്. അപ്പൊ ഈ ഡെയിലിന്റെ എക്സ്ട്രീമിലേക്കൊക്കെ വെയിറ്റ് ചെയ്യുന്ന ചിലപ്പോൾ നമ്മൾ എന്തായി പോവും, മണ്ടന്മാരായി പോവും. പ്രൈസ് ഏതെങ്കിലും ഒരു ഏരിയയിൽ റിയാക്ട് ചെയ്തിട്ട് മുകളിട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. വെയിറ്റ് ചെയ്യാം എങ്ങനെ റിയാക്ട് ചെയ്യാൻ. ടൈമിൽ വരുമ്പോഴേക്കും ഞാനങ്ങനെ നോക്കാറുള്ളത് ഡെയിലിയില് നോക്കിയിട്ട് ഏഷ്യ നോക്കി ലണ്ടനിൽ നോക്കുക. ജസ്റ്റ് അവിടെ വന്നതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെ പ്രൈസ് ആക്ഷൻ എന്നുള്ളതൊക്കെ. ഇപ്പൊ ലാസ്റ്റ് വരുന്ന ക്യാൻസൽ ഒക്കെ നോക്കിയാൽ ഡെയിലിന്റെ നല്ല സെല്ലിംഗ് പ്രഷറിലെ ക്യാൻസൽസ് ആണ്. സെൽ 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 കഴിഞ്ഞ ആഴ്ച നല്ല അവസരം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ആ ടൈമിലൊന്നും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. നമുക്കിനി വരുന്ന വീക്കിൽ നോക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ എപ്പോഴും ഒന്ന് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നവംബർ മിഡൊക്കെ ആകുമ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ശ്രദ്ധിക്കാം. എന്തായാലും വർക്ക് ചെയ്യൂല എപ്പോഴും. റേഞ്ച് വർക്ക് ചെയ്യുമെങ്കിൽ പോലും വയലേഷൻസ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം നവംബറിലും ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ജാനുവരി കഴിഞ്ഞ വർഷം ഏഷ്യന്റെ ബേസിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നവംബർ ഡിസംബറും കുഴപ്പമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, നല്ല ഷോക്ക് ആയിരുന്നു. നമുക്ക് ഈ നോർമലി കിട്ടുന്ന അത്ര എൻട്രീസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു ആ ഒരു സമയത്ത് എന്ന് പറയുന്നത്. എൻട്രീസ് ഉണ്ടാവും, പക്ഷെ നമ്പർ ഓഫ് എൻട്രീസ് എന്തായിരിക്കും, കുറവായിരിക്കും. എനിക്ക് എപ്പോഴും ഓർമ്മ ആ സമയത്ത് ഒരുപാട് പേർക്ക് നല്ല SL കഴിഞ്ഞ പ്രാവശ്യം അടിച്ചത്, എസ്പെഷ്യലി 15 മിനിറ്റിന് 5 മിനിറ്റൊക്കെ ബേസിൽ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം നല്ല SL കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം, ഇയർ എൻഡ് ആണ്. സോ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, നോക്കി ചെയ്യേണ്ടി വരും എന്നുള്ളത്. ഞാനിപ്പോ ക്രോസ് ചെക്ക് ചെയ്യണത് ഇപ്പൊ എല്ലാ POIs 1 hour തൊട്ട് 1 hour തൊട്ട് താഴോട്ടെ 50 മിനിറ്റ് എടുക്കണേ POI എടുക്കുന്നതിന് മുന്നേ 1 hourല് ഉണ്ടാന്ന് നോക്കിയിട്ടാണ്. ഞാനും ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെ 50 മിനിറ്റ്. ഈവൻ 50 മിനിറ്റ് ഒരു ഏഷ്യ കിട്ടിക്കഴിഞ്ഞാൽ പോലും 1 hourലും 4 hourലും പോയിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, പ്രൈസ് സെഷൻ നോക്കാറുണ്ട്. എന്നിട്ട് മാത്രമേ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാറില്ല. ചില സമയത്ത് 50 മിനിറ്റിലെ POI മാത്രം റെസ്പെക്ട് ചെയ്യുള്ളൂ. 1 hourലൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് കുഴപ്പമില്ല, എൻട്രി മിസ് ആവുന്നില്ല, വേറെ സീനും നമുക്ക് സംഭവിക്കാനില്ലല്ലോ. അവിടെ ലോസസ് ഒന്നും വരുന്നില്ലല്ലോ, ജസ്റ്റ് എൻട്രി മിസ്സായി. ശരിയാ, നമ്മൾ ടൈം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. സോ യാ ശരി. ഓക്കെ യാ ബൈ. അബി നിന്റെ FX ടീം ഒന്ന് ചെയ്തിട്ടുണ്ടോ അത്? ഞാൻ ചെയ്തു. ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ എന്താണ് ചെയ്തത്, ഞാൻ വിട്ടുപോയി. പക്ഷേ അങ്ങനെ നിന്റെ ഡാറ്റ എനിക്ക് റീസെന്റ് തന്നേലും നിന്റെ പേരുണ്ടാവും ചോദിച്ചത്. ചില ആളുകളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഉണ്ട്. ഞാൻ കുറച്ച് ആളുകൾക്കൊക്കെ ഞാൻ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് എലമെന്റിലെ സൈഡിൽ തന്നെ. പക്ഷെ ചില ആളുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, അതിന് പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ എനിക്ക്? അങ്ങനെ ചെയ്തിരുന്നു ഇന്നലെ ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീക്ക് റേറ്റ്സ് ഒക്കെ കുറവായിരുന്നു.
യാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീ ഒന്നോ രണ്ട് കമ്മ്യൂണിറ്റിനകത്ത്. സെറ്റപ്പേ നോക്കിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഒന്നോ രണ്ട് സെറ്റപ്പേ നോക്കിയിട്ടുള്ളൂ. അതിലൊരെണ്ണം NZUSD ഒരെണ്ണം. ആ ഒരു മാത്രമേ സെറ്റപ്പ് അല്ലേ? നോക്കിയുള്ളൂ. ഓക്കെ ഓക്കെ, അത് മിസ്സാവുകയും ചെയ്തു. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പിടിക്കാമല്ലോ. ഓക്കെ. ഓക്കെ ഓക്കെ. ശരി. പിന്നെ അത് യുവരാജ് അങ്ങനെ നോക്കുന്നതിൽ ഓക്കെ ആണോ? അതായത് എന്തേ വീക്കിന്റെ ഹൈ സ്വെപ്റ്റ് ആയതിനു ശേഷം 4 അവർ ഒരു ചോദിച്ച കിട്ടി, ഷോർട്ട് നോക്കാം. ഒരു ഷിഫ്റ്റ് കിട്ടിയതിനു ശേഷം വീക്കിന്റെ അതിപ്പോ ഓപ്പണിങ്ങിലാണ്. പക്ഷെ 4 നമ്മള് അവറിന്റെ ഡെയിലി ഓപ്പണിങ്ങിലായിരുന്നു. നമ്മള് ഡെയിലിന്റെ ബേസിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ആ, നമുക്ക് വീക്കിലി മന്ത്ലിയൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ആ. ഓക്കെ. ഓപ്പണിംഗ് ആയതുകൊണ്ട് ഞാനത് നോക്കിയതുമില്ലായിരുന്നു. നീ അയച്ച ചാർട്ടിനകത്ത് അയച്ചു വരികയല്ലേ? മിസ്സായില്ല ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ആ അത് ഓക്കെ. യാ, അഭിഷേക് ബ്രോ. ആ അഭിഷേക് ബ്രോ ഉണ്ടോ? കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്കോ ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ ബ്രോ? ഇപ്പൊ എക്കോ ഇല്ല. ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. അതിന് കുറച്ച് ഉത്തരങ്ങൾ ഇപ്പൊ കിട്ടി. സാർക്ക് അതാണ് ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ ചാർട്ട്. കണ്ടു. അതാണ് ഞാൻ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തത്. നീ അത് അയച്ചതുകൊണ്ട് കൂടി ഞാൻ അതും കൂടി ഇൻക്ലൂഡ് അപ്പോ ആക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്. ആഹാ. അപ്പൊ അതിലൊരു ഡൗട്ട് എന്താന്ന് വെച്ചാല്, ര- അതിൽ ഞാൻ ര- മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു POI രണ്ടാ മിറ്റിഗേറ്റ് ചെയ്യാതെ നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു സീൻ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രോ. ഇപ്പൊ ഒരു ട്രേഡിംഗ് റേഞ്ചിന് ഇപ്പൊ ഈ ഒരു കേസിന് ഇപ്പൊ ഒരു ട്രേഡിംഗ് റേഞ്ച് ഉണ്ട്. പ്രൈസ് ആ POയിലൊന്നും വന്നിട്ടില്ല. അതിന്റെ പിന്നെ എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ വരുവാണെങ്കിൽ ഇതാണ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ POI എന്ന് പറയുന്നത്. പക്ഷെ അതിന് നിയറസ്റ്റ് ആയിട്ടൊരു POI പ്രീവിയസ് ട്രേഡിംഗ് റേഞ്ചിന് ഉണ്ടെങ്കിൽ ക്യാൻഡിൽ വിക്കോട് കൂടി ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി പറ്റുള്ളൂ. ഈ ബോഡി ക്ലോഷർ ആണെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യൂല, കൺസിഡർ ചെയ്യൂല. ഇപ്പൊ ബോഡി ക്ലോഷർ ആയിട്ടും പ്രൈസ് എങ്ങോട്ട് പോകാറുണ്ട്, അങ്ങോട്ട് സംടൈംസ് പോവാറുണ്ട്. അപ്പൊ ഇതേ സെയിം പ്രൈസ് ആക്ഷൻ നീ ജസ്റ്റ് ഇപ്പൊ ഇത് 15 മിനിറ്റ് ചാർട്ടാണെങ്കിൽ ഇതേ പ്രൈസ് ആക്ഷൻ നീ ജസ്റ്റ് H1ലേക്ക് പോയി നോക്കിയാൽ H1ന്റെ ആക്ച്വൽ ട്രേഡിംഗ് റേഞ്ച് ഫ്രം ഹിയർ ടു ഹിയർ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും പറയുന്നത്, നിങ്ങൾ 15 മിനിറ്റ് മാത്രമാണ് നോക്കുന്നെങ്കിൽ പോലും അതിന്റെ ഒരു ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ കുറച്ചുകൂടി വിസിബിൾ ആവുള്ളൂ. അപ്പോ ഇത് നോക്കിയിട്ട് വേണം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാണ്, അതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള ഡിസിഷൻസ് എന്ത് ചെയ്യാൻ നിങ്ങൾ മേക്ക് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചാനൽ എന്തോടുകൂടി ക്ലോസ് ചെയ്യേണ്ടി വേണ്ടി വെയിറ്റ് ചെയ്യാം, വിക്കോട് കൂടി ക്ലോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. പ്രൈസ് വിക്കോട് കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ നോക്കാം. ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നോക്കാം. ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കാവുന്നതാണ്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല, വേറെ പ്രശ്നമില്ല. അതല്ലോ, നമ്മളിപ്പോ ഈ ഒരു ഏരിയയിൽ വിക്കോട് കൂടെ ക്ലോസ് ചെയ്യുന്നവരും വെയിറ്റ് ചെയ്യണം, എന്നിട്ട് വേണം യാ, എൻട്രി പോകാൻ. ഞാൻ ഇപ്പൊ ഇങ്ങനത്തെ പ്രൈസ് ആക്ഷനെ മിക്ക സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ലാസ്റ്റത്തെ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് സെൽ ക്യാൻഡിൽസ് ആയിരിക്കും. പ്രൈസ് അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് നോക്കും. പ്രൈസ് കാം ആയിട്ടാണ് മാർക്കറ്റിനെ ആ ഒരു കാണുന്ന POനെ അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ പ്രൈസ് ഇവിടെ തന്നെ മുകളിലോട്ട് പോകും. പക്ഷെ ഇത്തരം പ്രൈസ് ആക്ഷൻസ് എല്ലാം മിക്ക സമയത്തും സംഭവിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു POന് നിയറസ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ അടുത്ത PO വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനത്തെ കേസിൽ മാത്രമേ ഇത് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും പ്രയോറിറ്റി കൊടുക്കുള്ളൂ. പിന്നെ അഫ്കോഴ്സ് നമ്മൾ 50 മിനിറ്റ് പിക്ക് ചെയ്യുന്നെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, H1 നേരത്തെ നീ പറഞ്ഞ പോലെ തന്നെ ആണെങ്കിലും H1 ആണെങ്കിലും H4 ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾ H1 മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക. Got it? ഇപ്പൊ ഞാൻ അയച്ചതില് രണ്ടാമതൊരു ഇതും കൂടെ അയച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത് ഒരു ഡൗട്ടും കൂടെ ഞാൻ അയച്ചിട്ടുണ്ട് വാട്സപ്പില്. അതിനകത്ത് ഡൗട്ട് എന്താണ്? അതായത് ഈ പിന്നെ മാർക്കറ്റിലെ ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് വരാം. ഫസ്റ്റ് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രേഡിംഗ് റേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ PL ഒന്ന് ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പൊ മുകളിലേക്ക് പോകുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ഒരു സെല്ലിന്റെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ടില്ലേ?
ഞാൻ ചോദിക്കട്ടെ, നിന്റെ സ്ട്രോങ് ക്യൂറും ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ബൈ ആണോ സെൽ ആണോ? ബൈ ആണ്. മറ്റത് കൗണ്ടർ ട്രെൻഡ് ആണല്ലേ? ഞാൻ പക്ഷെ ഒരുപാട് അത് തവണ പറഞ്ഞിട്ടുള്ളതാണ്. വൺസ് ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ POയിൽ പ്രൈസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ടാപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലോട്ട് പോകുന്നതെങ്കിൽ ഇത് സെല്ല് നോക്കാൻ പറ്റില്ല. അല്ല, അത് സെൽ നോക്കാം, അത് ഓക്കെ. പക്ഷേ ഉണ്ടല്ലോ, ഇത് മുകളിലേക്ക് പോകുന്ന സിനാരിയോയില് അവിടെ ഒരു സെൽ റേഞ്ച് കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ മാർക്കറ്റ്. ഇതല്ലേ അതെ. ഇങ്ങനെ നീ നോക്കുവാണെങ്കിൽ നീ ഇപ്പൊ ലൂപ്പിനകത്താണ്, ഒരു റേഞ്ചിനകത്താ. നീ അടുത്ത പിന്നെ എന്ത് ചെയ്യും? ഇവിടുന്ന് സെല്ല് നോക്കും, അടുത്ത ഇവിടുന്ന് ബൈ നോക്കും. ഇതിനകത്ത് നീ പിന്നെ എപ്പോഴും രക്ഷപ്പെടുക? ഇതിനകത്ത് തന്നെ ഇരിക്കാൻ തന്നെയാണോ പ്ലാന്? ഈ സെല്ല് വാലിഡ് ആവണമെങ്കിൽ ഈ റേഞ്ചിനെ വയലേറ്റ് ചെയ്യണം. ആ വയലേറ്റ് ചെയ്യുന്നത് ഏത് ടൈം ഫ്രെയിമിലാണോ റേഞ്ച് കിട്ടിയത് ഈ റേഞ്ച് ഏതാണോ ടൈം ആ ഫ്രെയിം പിക്ക് ചെയ്ത് ആ റേഞ്ച് ടൈം ഫ്രെയിമിൽ തന്നെ അതിൽ തന്നെ ബോഡി ബ്രേക്ക് വേണം. ബോഡി ക്ലോഷർ വേണം. ക്ലോഷർ ആണെങ്കിൽ കൺസിഡർ ചെയ്യാണ്ട് പറ്റില്ല. കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഷിഫാസിനോട് ചോദിച്ചാൽ മതി, അവൻ ക്ലീൻ ആയിട്ട് പറഞ്ഞുതരും. ഷിഫാസിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നോട് ചോദിച്ചാലും മതി. നിനക്ക് തന്നെ ഒരുപാടാണ് പണി കിട്ടിയിട്ടുള്ളതല്ലേ. സ്ഥിരമാണിനകത്ത്. ഓനാ ലൂപ്പിനകത്ത് സ്ഥിരമായിട്ട് പെടുന്ന ആളാണ്. ഒരുപാട് SL കിട്ടും, എസ്പെഷ്യലി ഗോൾഡ് ട്രേഡിംഗ് സമയത്ത് ഞാൻ മെത്തേഡേ വേറെ ആയിരുന്നു ആദ്യം. ആ സമയത്ത് ഫുൾ ടൈം ഇതിനകത്ത് ഇറങ്ങി. ഇതിനാണ് ഇപ്പോ ബുള്ളിഷ് ടൈം ഫ്രെയിം, ബുള്ളിഷ് ട്രേഡിംഗ് റേഞ്ച് ആണ് നിങ്ങൾ അത് മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ആരും ബുള്ളിഷ് ട്രേഡിംഗ് റേഞ്ചിന്റെ ഹയർ ടൈം ഫ്രെയിം POയിൽ വൺസ് പ്രൈസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സെല്ല് നോക്കരുത്. പക്ഷെ ടാപ്പ് ചെയ്തിട്ടില്ല, പ്രൈസ് അതിന് മുമ്പാണ് കയറി വരുന്നതിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് സെല്ല് നോക്കാം. എന്തുകൊണ്ടാ വെച്ചാൽ പ്രീവിയസ്ലി എനി ഏരിയ ടൈപ്പ് ചെയ്യില്ല. ഫ്രം ഹിയർ ടു ഹിയർ ഒരു ഷോർട്ട് കൗണ്ടർ 10 സെല്ല് നോക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും റിസ്ക് ആണ്, ഡാറ്റ എൻട്രി പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. റീസൺ പ്രൈസ് ഇക്വിലിബ്രിയം പോയിന്റ് ഡിസ്കൗണ്ടിൽ വന്നിട്ടാണ് എങ്ങോട്ട് പോകുന്നത്, മുകളോട്ട് പോകുന്നത്. സോ PND വന്ന സമയത്ത് ഞാനത് ക്ലീൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. PND ഞാൻ റിയൽ ടൈം എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതും. ഓക്കെ, ഒറ്റ കാര്യം കൂടെ, നമുക്ക് ഏഷ്യന്റെ ടൈം ഉണ്ടല്ലോ 5:30 to 9:30 എന്നുള്ളേ. ആക്ച്വൽ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞത് 5:30 9:30 ആണ്. 1 hour എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്, അവിടെ 10:30 വേണ്ടി ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും ഈ ഏഷ്യ ശരിക്കും 2:30 സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? ഏഷ്യ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടോക്കിയോയുടെ മീൻസ് സിഡ്നിയുടെ ഓപ്പണിങ്ങും ടോക്കിയോയുടെ ക്ലോസിങ്ങും ആണ്. ഓക്കെ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റോ, സിഡ്നി ആണ് ടോക്കിയോ ആണ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്, സിഡ്നി അല്ല ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. ബേബി ഫിഫ്റ്റി പോയിന്റ് വരും. സിഡ്നി ആണ് ഫസ്റ്റ് ഓപ്പണിങ് തോന്നുന്നു. സിഡ്നിയാണ്. സിഡ്നി ടോക്കിയോയുടെ ഓപ്പണിങ്ങും സിഡ്നിയുടെ ക്ലോസിങ്ങും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? ഏഷ്യ കളക്ട് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ 5:30 to 10:30 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പിന്നെ ലണ്ടനിലെ എൻട്രി, ഓപ്പണിങ്ങും ലണ്ടന്റെ ഓപ്പണിങ് ക്ലോസിങ് വരെ നോക്കാം. പിന്നെ ന്യൂയോർക്കിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ ക്ലോസിങ് അല്ല, ലണ്ടന്റെ ക്ലോസിങ് വരെ. ലണ്ടൻ 9:30 ക്ലോസ് ചെയ്യാം, ഓക്കെ. അതുവരെ. പിന്നെ മാർക്കറ്റ് വോളിയം കുറയും, പിന്നെ സ്പ്രെഡ് ഓട്ടോമാറ്റിക് ഗ്രാജുവലി ഇൻക്രീസ് ആവും. എസ്പെഷ്യലി സിഡ്നിയുടെ ഓപ്പണിങ്ങിലൊക്കെ നല്ല സ്പ്രെഡ് ആയിരിക്കും, വോളിയം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ബൈ ചെയ്യാൻ നോക്കിയാൽ ഓപ്പോസിറ്റ് സെല്ലേഴ്സ് അറിയാൻ വേണ്ടേ. അപ്പൊ സെല്ലേഴ്സ് വീക്ക് ആണെങ്കിൽ ഓഫ്കോഴ്സ് അവിടെ എന്ത് പ്ലേസ് ചെയ്യേണ്ടി വരും? സ്പ്രെഡ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും, പാർട്ടിസിപ്പൻസ് കുറയുമ്പോൾ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലണ്ടനും ന്യൂയോർക്കും പികച്ചല്ലേ ഹൈ വോളയുള്ള സമയത്താവുമ്പോൾ നമുക്ക് സ്പ്രെഡ് കമ്പാരിറ്റീവ് എന്തായിരിക്കും? കുറവായിരിക്കും. നമ്മൾ എക്സ്പെക്ടഡ് പ്രൈസിൽ തന്നെ നമുക്ക് എൻട്രി എക്സിക്യൂട്ട് ആയുള്ള ചാൻസും എന്താണ്? കൂടുതലാണ്. സെല് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പാർട്ടിസിപ്പൻസ് കൂടുമ്പോൾ മാർക്കറ്റിന് ആ സമയത്ത് ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും നമ്മൾ ചിലപ്പോൾ സെൽ ഓർഡർ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ എന്താവാനുള്ള ചാൻസും ഉണ്ട്, എക്സിറ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. മറ്റേ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ, റെഡി. ശരി, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, പ്രശാന്ത് ബ്രോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇല്ല ജുനൈദ്, ആക്ച്വലി എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം ചോദിച്ച പുള്ളി അത് തന്നെ ക്ലിയർ ആയിരിക്കുന്നത്. ഞാൻ അതേ കാര്യം ചോദിക്കാൻ തന്നെ വന്നേ. പക്ഷെ ജുനൈദ് പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ മാത്രം എനിക്കൊരു ജുനൈദ് നമ്മുടെ ലാസ്റ്റ് വീക്ക് ഡിസ്കോഡിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ലൈവ് സെറ്റപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള USD ക്യാരൻ്റെ എൻട്രി ഉണ്ടെന്നുണ്ട് 1 hour 15 minutes എടുത്തത്. യെസ്. അത് ഞാൻ അതിനെപ്പറ്റി ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു. അതൊന്ന് ആ എൻട്രി ഒന്ന് സ്പെസിഫിക്കലി ഒന്ന് കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആ ഒരു കാര്യം ചാർട്ട് ചെയ്യാവോ? ആ ഒരു 3 minutes ഒന്ന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാവോ? എക്സിറ്റ് ആവേണ്ട ആൾക്ക് എക്സിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങളൊന്ന് 3 minutes ഒന്ന് വെയിറ്റ് ചെയ്യോ? എത്ര മിനിറ്റ് വെയിറ്റ്? ജസ്റ്റ് 3 minutes, ഓക്കെ? ഓക്കെ ഓക്കെ ഓക്കെ